തൊഴിലാളി വർഗ സർവാധിപത്യം. വെളിച്ചത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും. വെളിച്ചമുണ്ട്. അപ്പോൾ പ്രിയമുള്ള FB സുഹൃത്തുക്കളെ, 10 മണി എന്നാണ്. അഭിനവേ, എൻ്റെ ഈ FB ലൈവ് അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നോക്കൂ. അപ്പോൾ നേരത്തെ ചെയ്യുകയാണ്, കാരണം നേരം വീഴുമ്പോഴേക്കും പിന്നെ ആളുകളൊക്കെ ഉറങ്ങാനും ഭക്ഷണം കഴിഞ്ഞുള്ളത് മാത്രമല്ല എനിക്കും അത് നേരത്തെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം മുമ്പ് എനിക്ക് ശബ്ദം കേൾക്കാനുണ്ട് എന്ന് കരുതുന്നു. ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ഇതിലാണ് FBയിലാണ്, ഇൻസ്റ്റഗ്രാമിലല്ല. ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ അപ്പം പറഞ്ഞ് സഹായിക്കണം, അല്ലെങ്കിൽ ആകെ കുഴപ്പമാകും. ഇന്നാൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി. എന്നിട്ട് ഞാനൊരു FB ലൈവ് ഒരുപാട് ചെയ്തിട്ടും ശബ്ദമില്ല അവസാനം. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. ഓരോരുത്തരും മെല്ലെ വരുമ്പോൾ അഭിവാദനങ്ങൾ ചെയ്യാം. ഈ ലൈവിൻ്റെ ഏറ്റവും വലിയ, ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, തൊഴിലാളി വർഗം കോർപ്പറേറ്റ് സർവാധിപത്യം. നല്ല രീതിയിൽ കേൾക്കാമല്ലേ? ഭരണകൂടം സമീപനങ്ങൾ. എത്ര തന്നെ വളരെ 3 കാര്യങ്ങളാണ് തൊഴിലാളി വർഗം. തൊഴിലാളി വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക തൊഴിലാളി വർഗം. പക്ഷേ നമ്മളിന്ന് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ചാണ് നിരീക്ഷിക്കുന്നത്. പിന്നെയോ ഇന്ത്യയിൽ വ്യാപകമാകുന്ന കോർപ്പറേറ്റ് സർവാധിപത്യവും. പിന്നെയോ എന്താ കോർപ്പറേറ്റ് സർവാധിപത്യം എന്ന് പറഞ്ഞാൽ? കോർപ്പറേറ്റ് കുത്തകകൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങൾ? പല ആളുകൾക്കും സംശയം ഉണ്ടാവും. കോർപ്പറേറ്റ് കുത്തകകൾ, കുത്തക എന്ന് പറഞ്ഞാൽ എന്താ? കുത്തക മുതലാളി അല്ലേ? നമ്മൾ പറയില്ലേ കുത്തക എന്ന് പറഞ്ഞാൽ മോണോപ്പൊളി അല്ലേ? ചില സാധനങ്ങളിലൊക്കെ മോണോപ്പൊളി ആയിട്ട് മത്സരിക്കാൻ കഴിവുള്ളവർ അല്ലേ? ബഹുരാഷ്ട്ര കുത്തകകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു ബഹിരാഷ്ട്ര കുത്തകയാണ് അല്ലേ? പിന്നെ ആമസോൺ ഒരു ബഹിരാഷ്ട്ര കുത്തകയാണ്. പിന്നെ കെൻഡക്കി ചിക്കൻ്റെ സ്ഥാപരാജ്യം, അയാളൊരു ബഹിരാഷ്ട്ര കുത്തകയാണ്. ബഹിരാഷ്ട്ര കുത്തക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെല്ലാം വ്യാവസായികമായി മൂലധന ഇറക്കി വൻതോതിൽ സ്വാധീനമുള്ള, അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ വിറ്റ് വലിയ സ്വാധീനമുള്ള കുത്തകകൾ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു മൊണോപ്പൊളി ആയിട്ടുള്ള വലിയ കമ്പനികളെയാണ് പറയുന്നത്. കോർപ്പറൽ എന്ന് പറഞ്ഞാൽ എന്താണ് കോർപ്പറേറ്റ് കുത്തകകൾ? കോർപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റിൻ്റെ അർത്ഥം എന്താ? എങ്ങനെയാണ് ഇത് ചെയ്യുക? ഒരു കുത്തക തന്നെ, മൊണോപ്പൊളി. അയാൾ ഒരുപാട്, അങ്ങനെ ആയിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഡെഫിനിഷൻ. ഇനി അതിന് മാറ്റണമെങ്കിൽ പിന്നെ ഞാൻ നോക്കി പറഞ്ഞുതരാം. കോർപ്പറലിനെ കുറിച്ച് എനിക്ക് ചെറിയൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അത് ഞാൻ നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. വിഡിത്തം പറയാൻ പാടില്ല, പറഞ്ഞാലും നിങ്ങളത് പൊറുക്കും, അറിയാം. ഞാൻ ഇങ്ങനെ FB ലൈവിന് വേണ്ടി സ്റ്റഡി ചെയ്യാറൊന്നുമില്ല, അങ്ങനെ വെച്ച് കാച്ചിയാണ് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. കോർപ്പറേറ്റ് ഈ 2 പദത്തെക്കുറിച്ച് എനിക്ക് ചെറിയൊരു സംശയം നിലനിൽക്കുന്നു. ഹലോ സുനിൽ ശേഖരത്ത്, നമസ്കാരം, വലിയ നമസ്കാരമുണ്ട്. അപ്പോൾ എന്താണ് തൊഴിലാളി വർഗം, എന്താണ് മുതലാളി വർഗം എന്നൊക്കെ അതിന് വളരെ ലളിതമായ രീതിയിൽ ഇതിന് മുൻപുള്ള FB ലൈവുകളിലൂടെ ഞാനത് അതിൻ്റെ നിർവചനം എന്താണ്, അതിൻ്റെ സ്വത്വം എന്താണ്, അതിൻ്റെ വർഗബോധം എന്താണെന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞാണ്. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം, ഇപ്പോഴും നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2-3 വലിയ കാര്യങ്ങളുണ്ട്. എന്താ ഒന്ന് നടക്കുന്നത്? ഒന്ന് കിറ്റക്സ്
വലിയ കോലാഹലമായി ഇരിക്കുന്ന കേരളത്തിലെ വലിയൊരു സംഭവമാണ് കിറ്റക്സ് സാബു. ബഹുമാനപ്പെട്ട കിറ്റക്സ് MD അല്ലെങ്കിൽ CMD ഒക്കെ ആയിട്ടുള്ള സാബു ജോസഫോ എന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് കിറ്റക്സിൻ്റെ ചെറിയൊരു സംഗതി ചെയ്തു. പക്ഷെ അത് പോരാ. ഒന്നുകൂടി വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ മനുഷ്യർ എല്ലാ ആളുകളും ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിക്കോട്ടെ അൺഎഡ്യൂക്കേറ്റഡ് ആയിക്കോട്ടെ എല്ലാ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസമോ, രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, കക്ഷി രാഷ്ട്രീയ വിദ്യാഭ്യാസം മാത്രമല്ല, രാഷ്ട്രമീമാംസ എന്ന് പറയും, പഠിക്കാനുള്ളൊരു വിഷയമാണ് പൊളിറ്റിക്കൽ സയൻസ്. ഇത് മുഴുവൻ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെ എന്താണ് അതെല്ലാം മുഴുവൻ മനസ്സിലാക്കിയിട്ടൊന്നുമല്ല നമ്മുടെ ഇന്ത്യയിൽ വിവിധ ആളുകൾ എല്ലാം കഴിയുന്നത്. അപ്പോൾ പിന്നെയോ നമ്മളെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ, മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയത്തെ സമീപിക്കുന്നത്. മുതലാളിത്തം എന്ന് പറയുമ്പോൾ പല ആളുകൾക്ക് അറിയില്ല. നമ്മുടെ നാട്ടിലുണ്ട്, ചെറിയൊരു ഷോപ്പ് നടത്തിയാൽ അതിൻ്റെ ഓണർ തന്നെ മുതലാളിനെ വിളിക്കുക. ഒരു പറമ്പുണ്ട്, അതിൽ പണിക്ക് പോകുമ്പോഴും അതിനെ മുതലാളിന്ന് അഭിസംബോധന ചെയ്യുന്ന ആളുകളുണ്ട്. ജസ്റ്റ് മിനിറ്റ്. അപ്പോൾ നമ്മൾ പറയും മുതലാളി, നമ്മളത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുത്തക മുതലാളി ആരാണ്, അല്ലേ? ആരാ കുത്തക മുതലാളി? ഒരു പ്രത്യേക ഉൽപ്പന്നത്തിൻ്റെയോ അല്ലെങ്കിൽ നിരവധി കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങളുടെയോ ഒരു മൊണോപ്പൊളി ആയിരിക്കുന്നവൾ. ഇപ്പോൾ ജിയോ എന്ന് പറയുന്നത് റിലയൻസിൻ്റെ സംഗതിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കുത്തകയാണ്. ഒരു കുത്ത മാത്രമല്ല, ഒരുപാട് സംഗതികളുടെ കുത്തകളായി വരും. ഞാൻ കോർപ്പറേറ്റ് കുത്തക എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം അടുത്ത FB ലൈവിൽ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കേരളത്തിൽ വലിയ വിവാദമായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും നവമാധ്യമങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും. അപ്പോൾ ചോദിക്കുക, എന്താണ് വലതുപക്ഷ മാധ്യമങ്ങൾ? രണ്ടു പക്ഷമുണ്ട് ലോകത്തിൽ മൊത്തത്തിൽ, അല്ലേ? വലതുപക്ഷം എന്ന് പറയുന്നത് എന്താ? വലതുപക്ഷത്തിൻ്റെ സവിശേഷത അല്ലെങ്കിൽ വലതുപക്ഷത്തിൻ്റെ പ്രത്യക്ഷ സ്വഭാവം എന്താ? ജന്മി ബൂർഷ ഭൂപ്രഭു മുതലാളിത്തവുമായി സന്ധി ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് വലതുപക്ഷ പ്രത്യയശാസ്ത്രം. എന്താണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം? തൊഴിലാളി, കർഷകർ, കർഷകരാദി, ബഹുജനങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അധസ്ഥിതർ തുടങ്ങിയ ആളുകൾ, സമൂഹത്തിലെ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരാണ്. ഭൂരിഭാഗവും, ഒരു ചെറു ന്യൂനപക്ഷം മാത്രമേ മുതലാളിമാരുള്ളൂ. മുതലാളിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കേട്ടോ, അതൊക്കെ പിന്നീട് അതിൻ്റെ തലത്തിലേക്ക് വരാം. അവരോട് കൂടുതൽ അനുഭവം പുലർത്തുന്ന, അവരുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ മേൽക്കോമയിലുള്ള ഭരണകൂടങ്ങൾ സോഷ്യലിസ്റ്റ് രീതികൾ അപ്ലൈ ചെയ്യുന്ന, പാർലമെൻ്ററി സംവിധാനത്തിലൂടെ അപ്ലൈ ചെയ്യുന്നവർ. ഷാൻകരിക്കാട് നമസ്കാരം, അല്ലേ? അപ്പോൾ കിറ്റക്സിൻ്റെ വിഷയം എന്താ? കിറ്റക്സ് സാബു എന്ന് പറയുന്ന ആൾ പറയുന്നു, എൻ്റെ സ്ഥാപനത്തിൽ റെയ്ഡ് ചെയ്തു, അങ്ങനെ അത് ദുരുപദിഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തെലുങ്കാനയിലേക്ക് പോവുകയാണ്. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, തെലുങ്കാനയിലേക്ക് മറ്റുള്ള വ്യവസായ സമൂഹത്തെ കൂടി ഹായ് നമസ്കാരം വിളിക്കുകയാണ് ഉണ്ടായത്. എല്ലാവരും പോരൂ. കേരളത്തിൽ വ്യവസായം ചെയ്യുന്നവർ അല്ലെങ്കിൽ കേരളത്തിൽ വ്യവസായത്തിന് മൂലധനമിറക്കാൻ തയ്യാറാവുന്നവർ വിഡ്ഢികളാണ് എന്നു മാത്രമല്ല, കേരളത്തിലെ ഭരണ സംവിധാനത്തെ
അവരെല്ലാം വ്യവസായ വകുപ്പാകട്ടെ തൊഴിൽ വകുപ്പാകട്ടെ കോപമണ്ഡൂകങ്ങളാണ് എന്ന് പരസ്യമായി പറയുകയാണ് ശ്രീമാൻ സാബു ജോസഫോ അദ്ദേഹം ചെയ്തത്. എന്നാൽ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെന്നിക്കൊടി പാറിച്ച ഒരു വ്യവസായിയാണ് ലുലു ചെയർമാൻ ശ്രീ എം യൂസഫ് അലി. അദ്ദേഹം എന്താ പറയുന്നത്? കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്. ശ്രീ ബാബു പറയുന്നത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് എണ്ണി പറയുന്നു, മികച്ച ഇന്ത്യയിലെ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പട്ടികയുണ്ട്. ആ പട്ടികയിൽ ഒന്നാമത് രണ്ടാമതും മൂന്നാമതൊക്കെ വന്നത് കേരളമാണ്. ആർക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല. അപ്പോൾ കണ്ടംകുളത്തി വൈദ്യശാല അവിടുന്ന് വിടാൻ പോവുകയാണ് എന്നുള്ള ആരോപണം മനോരമ ഉയർത്തുന്നു. അതിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നു ഞങ്ങൾ എങ്ങോട്ടും പോകണില്ല, അതൊക്കെ വെറുതെ പറയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല. അപ്പോൾ കിറ്റക്സ് വളർന്നത് എങ്ങനെയാണ്? അന്നാലൂമിനിയം, കിറ്റക്സ് ഒക്കെ വളർന്നതൊക്കെ കേരളത്തിലല്ലേ ആദ്യം. കേരളത്തിലെ ജനങ്ങൾ ആണ് ഉൽപ്പന്നങ്ങൾ വാങ്ങി സാബു ജോസഫിനെ വലിയ ഉന്നതിയിലേക്ക് ഉയർത്തിയത്. ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന വലിയ എക്സ്പോർട്ടിംഗ് കമ്പനി അതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. കുട്ടികളുടെ ഉടുപ്പ് ഉണ്ടാക്കുന്നതിൽ വേണമെങ്കിൽ ലോകത്തിൽ തന്നെ നല്ല രണ്ടാമത്തെ രീതിയിലേക്ക് ഉയർന്നിട്ടുള്ള ഒരു ഗാർമെൻറ്റ്സ് സ്ഥാപനം തന്നെയാണ് കിറ്റക്സ്, തർക്കമൊന്നുമില്ല. പക്ഷേ അത് ഈ കേരളത്തിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. കേരളമായിരുന്നു സാബുവിൻ്റെ ആദ്യത്തെ ഈ സാധനങ്ങൾ വിറ്റഴിക്കുന്ന വിപണി കേരളമായിരുന്നു. പിന്നീടല്ലേ അത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നിട്ട് കുറച്ചുകൊണ്ട് വലുതായി കഴിഞ്ഞിട്ട് ചില ആൾക്കാരുണ്ട്, താന്തോന്നികൾ ഉണ്ട്, ആൾക്കാർ വളർത്തി വലുതാക്കി രക്തവും മാംസവും സന്നിവേശിപ്പിക്കുന്ന സാധനം മുലപ്പാൽ. ഇതൊക്കെ വളർത്തി വലുതാക്കി പിന്നെ അമ്മേനെ അച്ഛനെ ചവിട്ടി പുറത്താക്കണ പോലെ പിന്നെ ഒരു ബുദ്ധിമുട്ട് ഒരു വൃദ്ധസദനത്തിലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ സാബുവിൻ്റെ സമീപനങ്ങൾ എന്താ തെലുങ്കാന തുടങ്ങിയ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പ്രത്യേകത? ഞാൻ ഇതിനു മുമ്പ് ഈ കിറ്റക്സ് മാത്രം എടുത്ത് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, ഈ തൊഴിലാളി വർഗത്തിൻ്റെ കോർപ്പറേറ്റ് സർവാധിപത്യം ഭരണകൂട സമീപനങ്ങളൊക്കെ ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. എന്താ കേരളത്തിൽ പ്രത്യേകത? കേരളത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ തവണ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു, മറ്റതോ ഇടയ്ക്ക് UDF, അടുത്ത തവണ അങ്ങനെയാണെങ്കിലും വളരെ മറ്റ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ നിയമവാഴ്ചയുള്ള ഒട്ടുമിക്ക സർക്കാർ അതോറിറ്റികളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന. പൊതുവെ ആളുകളൊക്കെ കളിയാക്കാറുണ്ട്, ഇവിടെ വ്യവസായികൾക്ക് വലിയ പ്രയാസമാണ്, ചുവപ്പ് നാട കൂടുതലാണ്, അങ്ങനെയുള്ള ചില വിമർശനങ്ങളൊക്കെ ഉണ്ട്. അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളീയ സമൂഹവും അതിൽ വലിയ രീതിയിൽ കുറ്റക്കാരാണ്. ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് നമുക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ആളുകളാണ്. അവർ അവിടുന്ന് അമേരിക്കയിൽ നിന്നോ വേറൊരു ദന്തോപരിവാസികളെ ഇറക്കുമതി ചെയ്യുന്നവരല്ല. ഈ മുതലാളിത്ത സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നവരാണ്. അവരെ ദുഷിപ്പിച്ചതിൽ ഈ സൊസൈറ്റിക്ക് വലിയ പങ്കുണ്ട്. അതിലേക്ക് പിന്നീട് വരാം. ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അതല്ല. അങ്ങനെ വരുന്നു, ഇവിടെ നിന്ന് വളരുന്നു. എങ്ങനെയാണ്? ആദ്യം ചിലപ്പോൾ 100 പേരായിട്ട് തുടങ്ങും, പിന്നെ 500 പേരാവും, പിന്നെ 2000 ആവും. ഉൽപ്പാദനം കൂടുന്നു, അതിന് പബ്ലിസിറ്റി കൂടുന്നു, അത് ആളുകൾ കൂടുതൽ ഉപയോഗിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ 10,000 തൊഴിലാളികളൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? മുതലാളി അത് ഷെയർ മാർക്കറ്റിലേക്ക് ഇതാവും. അപ്പോൾ അതിങ്ങനെ ഷെയറിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നാൾ കിടന്നില്ല. എപ്പോഴും തന്നെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ 600 കോടി രൂപ കിട്ടിയെന്ന് സാബു പറഞ്ഞു. അങ്ങനെയാണ് ഒരു സാധാരണ വ്യവസായി പ്രമുഖൻ പിന്നീട് കുത്തകയായി മാറുകയാണ്. കേരള കുത്തക എന്നല്ല പിന്നെ പറയാം കിറ്റക്സിന്, ഇന്ത്യൻ കുത്തകയാണ്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ സാധനം കയറ്റി അയക്കുകയാണ്. അങ്ങനെയൊക്കെ കഴിയുമ്പോൾ ചില കുത്തകൾക്ക് തോന്നാവുന്ന ഒരു മനഃശാസ്ത്ര പ്രശ്നമാണത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചല്ലോ, രാഷ്ട്രീയ പാർട്ടി അല്ലേ?
സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളിലും രാഷ്ട്രീയക്കാരുള്ള അതീവ പുച്ഛമാണ് നിലനിൽക്കുന്നത്. അതെന്തോ ആവട്ടെ, ഞാൻ പരിപൂർണമായി കിറ്റക്സിൻ്റെ കഥ പറയാനല്ല ഈ വേള ഉപയോഗിക്കുന്നത്. ഞാനതിൻ്റെ ഈ എങ്ങനെയാണ് ഈ തൊഴിലാളി വർഗവും കോർപ്പറേറ്റ് സർവാധിപത്യവും ഭരണകൂടവും തമ്മിലുള്ള ഈ റിലേറ്റഡ് ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വന്നപ്പോൾ എന്താ, അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്നും ഇവിടുത്തെ ഒരു എന്തോ ആറിലേക്ക് സാധനം ഒഴുകുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കി. തൊഴിലാളികൾ പല തൊഴിലാളികൾ ഇപ്പോൾ FB യിലൊക്കെ വന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായാൽ തൊഴിൽ വകുപ്പ് പരിശോധിക്കും അല്ലേ. നമ്മൾ വിജിലൻസ് ഉണ്ട്, പലതരം സ്ഥാപനങ്ങൾക്ക് വിജിലൻസ് ഉണ്ട്, ഒരു കോമൺ വിജിലൻസ് ഉണ്ട്. അവർക്ക് പരിശോധന നടത്തും, ആരെ പ്രത്യേകിച്ച് പെർമിഷനൊന്നും വേണ്ട. അതാ പറഞ്ഞത്, നിയമവാഴ്ചയുള്ള രാജ്യമാണ്. അതൊക്കെ ഒരു സ്ഥാപനത്തിനകത്ത് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു അപരാധമാണ്. ഞാൻ ഈ കേരളത്തിലെ ഇന്ത്യയിലെ നിയമങ്ങൾക്കൊക്കെ അതീതനാണ്, അതുകൊണ്ട് ഞാനിവിടെ നിന്നാണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പുകമറ സൃഷ്ടിച്ച ഇവിടുന്ന് പോയെന്താ കേരളം എന്താ ഇവിടുന്നാണ്ട് ഒരു കിറ്റക്സ് പോയതുകൊണ്ട് കേരളം ഇവിടെ നിൽക്കും. കേരളത്തിൽ ഒരു കിറ്റക്സ് സാബ് പോയാൽ വേറെ 10,000 വരും. എന്താ ഇപ്പോൾ പറയുന്നത്, കേരളത്തിൽ ഭരണ തുടർച്ച അടുത്ത 5 വർഷത്തേക്ക്. മുമ്പെന്താ 5 വർഷം കഴിഞ്ഞാൽ അടുത്ത 5 വർഷം വേറെ സർക്കാർ ഭരണമുണ്ട്. ഇവിടെ വ്യവസായം വരെ വലിയ പ്രയാസമായിരുന്നു, അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ ആരാ ഭരിക്കുന്നത്? മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ. എന്താ സ്ഥാനമൊഴിയുന്ന DGP പറഞ്ഞത്? ലോക്നാഥ് ബെഹ്റ സാർ പ്രൊഫഷണലാണ്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായി ആവുന്നതിന് മുൻപ് 16 വർഷം മുമ്പ് AK നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി 2 വർഷം പ്രവർത്തിച്ചു. അന്ന് ഞാൻ KCB ബോർഡിലുണ്ട്, അപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോഴാണ് മലയാള മനോരമ മുഖപ്രസംഗം എഴുതി. എന്താ മുഖപ്രസംഗം? മിന്നൽ പിണറായി. മലയാള മനോരമ മിന്നൽ പിണറായി എന്ന് പത്രസമ്മേളനം എഴുതിയ ആ മനോരമയുടെ ആ എഡിഷൻ എൻ്റെ കയ്യിൽ ഇവിടെ തപ്പിയുണ്ടാവും. ഞാൻ എൻ്റെ ചില പ്രധാനപ്പെട്ട സാധനങ്ങൾ ഞാൻ എടുത്തു വയ്ക്കാറുണ്ട്. അങ്ങനെ എഴുതാനൊരു പ്രധാന കാരണം ഉണ്ടായിരുന്നു. എന്താ, അന്നാണ് കായംകുളം പദ്ധതി കമ്മീഷൻ ചെയ്തത്. 2000 മെഗാവാട്ട് വൈദ്യുതി. അന്ന് കടുത്ത വൈദ്യുതി ക്ഷാമമാണ്. അതിനു മുൻപത്തെ വലതുപക്ഷ ഭരണകൂടം കേരളം ഒഴിഞ്ഞു പോകുന്ന നേരത്ത്, അല്ലെങ്കിൽ കേരളത്തിൽ ഭരിക്കുന്ന നേരത്ത്, അപ്പോൾ ഞാൻ സർവീസിലില്ല. അപ്പോൾ ഞാൻ ഒരു എൻജിനീയറിംഗ് വർക്ക്ഷോപ്പിലെ തൊഴിലാളിയാണ്, പഴഞ്ഞിയിലെ വിൽസൺ എൻജിനീയറിംഗ് വർക്ക്സ് എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് വരും KCBന്ന് ആളുകൾ. ഞാൻ റിയലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഞാൻ നിൽക്കുന്ന വർക്ക്ഷോപ്പിൽ പകൽ സമയത്ത്, വൈകുന്നേരം അല്ല വരണേ, ഒരു മീറ്റർ റീഡർ വരികയാണ്. ആളെയും കൂടി എനിക്കറിയാം, മങ്ങാട്ടുള്ള ആളാണ്, പ്രൊഫഷണൽ മീറ്റർ റീഡറാണ്. ഫീസ് ഊരുന്നു 3 ഫേസിൻ്റെ. പകൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ 4 മണിക്കൂറോ കണ്ട് പവർ കട്ടാണ്. അപ്പോൾ നമ്മൾ ആ പവർ കട്ട് സമയത്ത് എക്യുപ്മെൻറ്റ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ഫീസ് ഊരുക, ഇവരത് കൊണ്ടുപോകണം. അങ്ങനെ കറക്റ്റ് ആ സമയമാകുമ്പോൾ കൂടുതൽ വീണ്ടും വരും. പീക്ക് സമയത്തോ ലോഡ് ഷെഡിങ് വേറെയും. ആ അവസ്ഥയിൽ നിന്നും തൊട്ടടുത്ത ഭരണം മാറി LDF സർക്കാർ വന്നിട്ട് പിണറായി വിജയൻ വൈദ്യുത വകുപ്പ് മന്ത്രിയായി അവരോധിക്കപ്പെടുന്നു. അന്ന് മധ്യ കേരളം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള അവിടുത്തെ പോലത്തെ അവസ്ഥയല്ല മലബാറിലെ വൈദ്യുത മേഖല. അറിയാലോ, ദുഷ്കരമായ രീതിയിലുള്ള ഒരു മേഖലയാണ്. മലകളും വളരെ വോൾട്ടേജ് ക്ഷാമമാണ്. ഏറ്റവും കൂടുതൽ മധ്യ കേരളം തൊട്ട് കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഏറെക്കുറെ ഇങ്ങോട്ട് 3/4 ഭാഗം വന്ന് ഇവിടുന്ന് മലപ്പുറം ജില്ലയുടെ ഇവിടുന്ന് തൊട്ട് ലാസ്റ്റ് കണ്ണൂർ, കാസർഗോഡ്, വയനാട് വരെയൊക്കെയുള്ള വടക്കോട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ മാരത്തൺ രീതിയിൽ ഏറ്റവും കൂടുതൽ സബ്സ്റ്റേഷനുകൾ കമ്മീഷൻ ചെയ്തത് അപ്പോഴാണ്. 2 വർഷം കൊണ്ട് 2000 മെഗാവാട്ട് വൈദ്യുതി കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും ഷോർട്ട് ടൈമിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടുന്ന സകല ഭരണനിർവഹണം
അതാ പറഞ്ഞത് ലോകനാഥ് മെഹ്റ പ്രൊഫഷണലാണെന്ന്. ഒരു പ്രവർത്തനം ചെയ്യാൻ അത് ചെയ്ത് നിൽക്കുമ്പോഴാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് ചടയൻ ഗോവിന്ദൻ മരണപ്പെടുകയും പാർട്ടി അദ്ദേഹത്തെ രാജിവെക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം പിന്നീട് സംസ്ഥാന സെക്രട്ടറി ആകുന്നതും ചരിത്രമാണ്. അങ്ങനെയുള്ള ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. പിന്നെ ഭരണ നൈപുണ്യത്തെക്കുറിച്ചോ വ്യവസായങ്ങളെക്കുറിച്ചോ എങ്ങനെ നടത്തണമെന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടറിയാം. അങ്ങനെയുള്ള ഒരു കേരളത്തിനകത്ത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വികസന വിരോധികളാണ്, അവർ വ്യവസായങ്ങൾ പൂട്ടിക്കുന്നവരാണ് എന്നൊക്കെ നട്ടൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു തൊഴിലാളിനെ ചാക്കിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് 3 നേരം മട്ടൺ അതൊക്കെ കണ്ടു. അതൊന്നല്ല. എന്താ പ്രത്യേകത? കേരളത്തിലെ ഏത് വ്യവസായ സ്ഥാപനത്തിനകത്തും ഇപ്പോൾ മിനിമം കൂലി കൊടുക്കണം. മിനിമം കൂലി എന്ന് പറയുന്നത് മുതലാളി നിശ്ചയിക്കുന്നതല്ല. അത് ഇനിയിപ്പോൾ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും മിനിമം കൂലിയൊക്കെ ഉണ്ട്, പക്ഷേ അത് നടപ്പാവില്ല. അത് അന്വേഷിക്കാൻ അത്ര വലിയ സർക്കാർ ഏജൻസികളൊന്നും പോവില്ല, പോയ ചിലർ അങ്ങോട്ട് കടത്തൂല്ല. ഇവിടെ സ്ഥിതി വേറെയാണ്. അപ്പോൾ ഇവിടെ വ്യവസായിയാണ് എന്ന് കരുതി ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റികൾ അവിടെ പരിശോധിക്കാൻ പാടില്ല എന്ന നിലപാടിലേക്ക് ശ്രീ സാബു ജോസഫ് പോകുമ്പോൾ പറഞ്ഞാൽ, സാബു ജോസഫ് നിലവിലുള്ള നിയമവാഴ്ചയെ ഞാൻ അംഗീകരിക്കുന്നില്ല കേരളത്തിലെന്ന് പറയുകയും ഞാൻ അതിൽ നിന്ന് അനിഷേധനാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പ്രമാണിയായി മാറിക്കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ വ്യവസായം മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ബാർഗെയിനിങ്. അപ്പോൾ ആളുകൾ എന്താ വിചാരിക്കുക, ശരി കേട്ടാ, പണ്ടേ ഇവിടെ കേരളത്തിലെ വ്യവസായം ഇവരൊക്കെ വികസന വിരോധികളാണ്. അതല്ല യാഥാർത്ഥ്യം. എന്താ തെലുങ്കാന അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലെ അവസ്ഥ? എന്തിനാ? അവിടെ വ്യവസായങ്ങൾ അധികമില്ല. അങ്ങോട്ട് വിളിക്കുകയാണ്. എന്താ കേരളം ഏറ്റവും നല്ല ഒരു അമേരിക്കൻ വ്യവസായിയാണല്ലോ കഴിഞ്ഞ 3 ദിവസം മുമ്പ് പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞത്? കേരളത്തിൽ മികച്ച മാൻ പവർ, മറ്റേ മനുഷ്യാധ്വാനത്തിൻ്റെ ഔട്ട്പുട്ടിൽ സൂചികയിൽ ഏറ്റവും കൂടുതലുള്ള തൊഴിലാളികളുള്ളത് കേരളത്തിലാണ്. അപ്പം മറ്റേ അധ്വാനത്തിൻ്റെ ഇത് കൂടില്ലേ തൊഴിലാളിക്ക്? 6 മണിക്കൂർ കേരളത്തിലെ തൊഴിലാളികൾ പണിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഔട്ട്പുട്ട് 6 മണിക്കൂർ തെലുങ്കിനായാലെ തൊഴിലാളികൾ എടുക്കുമ്പോൾ ഉണ്ടാവില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരൊക്കെ മോശക്കാരെന്നല്ല. അപ്പോൾ പിന്നെ ലാഭമല്ലേ, അപ്പോൾ അതിനനുസരിച്ച് കാശ് കൊടുക്കേണ്ടി വരും. തൊഴിലാളികൾക്കൊന്നും കൊടുക്കാൻ പാടില്ല. ഞാൻ തരണം നക്കാപ്പിച്ച് എന്തെങ്കിലും മേടിച്ചോളാം. ഇവിടെ തേങ്ങയില്ല, മാങ്ങയില്ല, ട്രേഡ് യൂണിയൻ പാടില്ല, PF ഇല്ല, പ്രൊവിഡൻറ്റ് ഫണ്ടില്ല. ഇതേ സമാനമായ വിഷയം മുമ്പുണ്ടായല്ലോ. മുത്തൂറ്റിൻ്റെ MD ആയിട്ടുള്ളൊരു കൊമ്പ് പറക്കലുണ്ടായല്ലോ വർഷങ്ങളോളം. അവിടെ തൊഴിലാളികളുടെ അവസ്ഥ അതീവ പരിതാപകരമായിരുന്നില്ലേ? എന്നിട്ട് എത്ര സമരം നടത്തി ലേബർ പ്രതിനിധികളും. അവസാനം ഹൈക്കോടതി എത്ര തവണ ഇടപെടേണ്ടി വന്നു. എത്ര സ്വേച്ഛാധിപത്യപരമായി, എത്ര നിർദ്ധയമായിട്ടാണ് ഞങ്ങൾ അന്ന് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലുള്ള ഞങ്ങളുടെ സകല മുത്തൂറ്റിൻ്റെ സ്ഥാപനങ്ങൾ ഞങ്ങൾ പൂട്ടിയിടും എന്നാണ് പറഞ്ഞത്. അതൊരു ധാർഷ്ട്യമാണ്. അത് തന്നെയല്ലേ ശ്രീ സാബു ജോസഫും പറയുന്നത്. എന്താ പൂട്ടിയിട്ടാ സംഭവിക്കുക? അതിനകത്ത് പരിമിതമായെങ്കിലും ശമ്പളം കിട്ടി ജീവിക്കുന്ന വലിയ വിഭാഗം തൊഴിലാളികൾ അരക്ഷിതാവസ്ഥയിലാകും. അപ്പോൾ പാവപ്പെട്ട തൊഴിലാളികളെ വെച്ചുകൊണ്ട് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന രീതിയിൽ സർക്കാരുമായി ബാർഗെയിനിങ് നടത്തി ഭീഷണിപ്പെടുത്തുന്ന മുതലാളിത്ത സംവിധാനം, അതാണ് നഗ്നമായ ചൂഷണം എന്ന് മഹാനായ മാർക്സ് പറയുന്നത്. അത്തരമൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകും? വലതുപക്ഷ മൂലധന താല്പര്യം കൈയാളുന്ന ഇതുപോലെ മലയാള മനോരമ ഒരു വലിയ ഇന്ത്യൻ കുത്തകയാണ്. ഇന്ത്യൻ കുത്തക മാത്രമല്ല, എന്താ മലയാള മനോരമയ്ക്ക് പത്ര ബിസിനസ് മാത്രമല്ല. നിങ്ങൾ MRF എന്ന് കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും ഇൻ്റർനാഷണൽ തലത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ടയറാണ് MRF. കണ്ടത്തിൽ വർഗീസ് മാപ്പിള ഇവരുടെ മനോരമൻ്റെ കുടുംബത്തിൻ്റെ സാധനം. വ്യവസായികളാ, കേവലം ഈ പത്രം നടത്തിപ്പ് മാത്രമല്ല പരിപാടി, വേറെയും പല സാധനങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരു വലിയൊരു വ്യവസായി
മുതലാളിത്ത കോർപ്പറേറ്റ് മുതലാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കുത്തക മറ്റു കുത്തകൾക്ക് അനുകൂലമായ വാർത്തകൾ എടുക്കുക. അത് കേട്ടുന്ന ആൾക്കാർ വിചാരിക്കും അയ്യോ ഇവിടുന്ന് ആ വ്യവസായികളൊക്കെ ആട്ടിപ്പയക്കണം. അപ്പോൾ മുതലാളി എത്ര വേണമെങ്കിലും തടിച്ചു കൊടുക്കാം. തൊഴിലാളിക്ക് ഈ പറയണ പോലെ അതൊക്കെ മതി, ഞങ്ങളൊക്കെ തരുന്ന കൽപ്പിക്കുന്ന ഇവിടെയുള്ള ആ ശമ്പളമൊക്കെ തരും. അത് നടക്കില്ല, കേരളത്തിൽ നടക്കില്ല. മറ്റുള്ള സംസ്ഥാനത്തിലൊക്കെ എന്താ സ്ഥിതി? ഞാൻ കഴിഞ്ഞ ഇതിലേ പറഞ്ഞു, എന്താ ഏകീകരിച്ച തൊഴിൽ നിയമങ്ങളില്ല, ഏകീകരിച്ച അടിസ്ഥാന തുകയില്ല. ഞാൻ പറഞ്ഞില്ലേ മഹാരാഷ്ട്രയിലൊക്കെ കാര്യങ്ങൾ. ഒരു കുടുംബത്തിലെ 4 പേർ, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ ആവർത്തന പരിസ്ഥിതി ഉണ്ടാക്കുന്നില്ല, ഒരു കുടുംബത്തിൽ 4 പേർ ചേർന്ന് ഈ ഇന്ത്യയിലെ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങളല്ല ഇടതുപക്ഷ മാധ്യമങ്ങൾ കൊണ്ടുവന്നതാണ്. ഒരു കുടുംബത്തിൽ 4 പേർ ചേർന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ അവിടെ ആ കൊടുത്ത കൂലി 20 രൂപയാണ്. ഒരാളുടെ കൂലിയാ ആ 7 മണിക്കൂർ 8 മണിക്കൂർ പണിയെടുത്തപ്പോൾ 5 രൂപ. അതും ഇന്ത്യയിലാ. തെലങ്കാനയിൽ ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്ന് നമുക്കറിയില്ല. ഒന്നുമില്ലാണ്ട് ഇപ്പോൾ സാബു അങ്ങോട്ട് പോവില്ല. സാബു ഒരിക്കൽ ഒരു ഇതിൽ പറഞ്ഞത്രേ കൂലി കൂടുതലാണ്, കൂലി കുറയ്ക്കണം. കൂലി കുറയ്ക്കണം എന്ന് പറയുന്നത് മുതലാളിയുടെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. പക്ഷെ തൊഴിലാളിയുടെയോ കൂലി കിട്ടണ്ടേ, തൊഴിലാളിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടണ്ടേ. തൊഴിലാളി അതാ കുഴപ്പം. കേരളത്തിൽ എന്തിനാ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് ആളുകൾ വൻതോതിൽ വരുന്നത്? അതിഥി തൊഴിലാളികൾ. ഇവിടെ കിട്ടുന്ന കൂലി മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനത്തും കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവരിങ്ങോട്ട് വരാൻ പാടുണ്ടോ? ഒരു വരാൻ പാടില്ല. ലക്ഷക്കണക്കിന് നമ്മൾ കാണുന്നതല്ലേ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും എപ്പോഴും നമ്മുടെ കൂലി ആൾക്കാരെയൊക്കെ കൂടുതൽ കാണുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളെ. അന്യരെന്ന് പറയാൻ പാടില്ല. എന്താ നല്ല കൂലിയാണ്. യെസ്, അതവിടെ കേട്ടെ. ഇനിയിപ്പോൾ എന്താ തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നം? 2 പ്രധാന പ്രശ്നങ്ങളുണ്ട്. തൊഴിലാളികളെ നമ്മൾ ക്ലാസ് ചെയ്തിരിക്കുക എങ്ങനെയാണ്? ഒന്ന് സംഘടിത തൊഴിലാളി, മറ്റൊന്ന് അസംഘടിത തൊഴിലാളി. സംഘടിത തൊഴിലാളികളിൽ പ്രമുഖ പ്രാമാണിക വർഗ ആരാ? സർക്കാർ ജീവനക്കാർ അല്ലേ? സർക്കാർ ജീവനക്കാർ, സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്ന് വെച്ചാൽ PSC വഴിക്ക് UPSC വഴിക്കോ PSC വഴിക്കോ റിക്രൂട്ട് ചെയ്യപ്പെട്ടവരും അസംഘടിത തൊഴിലാളികളായിരിക്കെ, അതായത് കരാർ തൊഴിലാളികളായിരിക്കെ കോടതി ഉത്തരവുകളുടെ ഭാഗമായോ ട്രിബ്യൂണൽ, അപ്പലേറ്റ് ട്രിബ്യൂണൽ, ട്രേഡ് തൊഴിലാളി ട്രിബ്യൂണലുകളുടെയൊക്കെ വിധിയുടെയൊക്കെ ഭാഗമായോ സ്ഥിര തൊഴിലാളികളായി മാറിയവർ, അവർ സംഘടിതർ. പിന്നെ ആരാ അസംഘടിതർ? വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ. കരാറടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റായി ജോലി ചെയ്യുന്ന, സർക്കാർ ജീവനക്കാളേക്കാൾ കൂടുതൽ വരുന്ന തൊഴിലാളികൾ അല്ലേ? ഏതൊക്കെ പ്രധാനപ്പെട്ട മേഖലയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കരാർ തൊഴിലാളികളുണ്ട്. KSEBയിൽ ഉള്ള തൊഴിലാളികളുടെ എണ്ണം 28,000-ഓ 30,000-ത്തിന് താഴെയാണ് സംഘടിത തൊഴിലാളികളായി. അതിലുള്ള അസംഘടിത തൊഴിലാളികളുടെ എണ്ണം അതിൻ്റെ ഒരു 3 ഇരട്ടിയും കൂടുതൽ വരും. കാരണം ലൈൻ മറ്റുള്ള പ്രവർത്തനങ്ങൾ വലിക്കുന്ന പെറ്റി കോൺട്രാക്ടേഴ്സ്, പിന്നെ നൈറ്റ് ഡ്യൂട്ടി വാച്ച്മാൻ, പിന്നെ ഓഫീസുകളിൽ ചില വലിയ സെക്ഷൻ ഓഫീസുകളിലൊക്കെ ആവശ്യത്തിന് സംഘടിത തൊഴിലാളി ഇല്ലെങ്കിൽ അവിടേക്ക് അസംഘടിത തൊഴിലാളിനെ ഡെയിലി വേജസിനൊക്കെ വെച്ച് പരോക്ഷമായി, പ്രത്യക്ഷത്തിൽ 30,000 പേര് സർക്കാർ ജീവനക്കാർ ഉണ്ടെങ്കിൽ 1.5 ലക്ഷം പേര് പരോക്ഷമായി പണിയെടുക്കുന്നുണ്ടാവും ഈ വ്യവസായത്തിനകത്ത് അല്ലേ? അപ്പോൾ അങ്ങനെ വാട്ടർ അതോറിറ്റിയിലുണ്ടാവാം, KSRTCയിലുണ്ടാവാം. വാട്ടർ അതോറിറ്റി, KSRTC, പൊതുമരാമത്ത് വകുപ്പ്, എല്ലാ വകുപ്പുകളിലും ഉണ്ട്. മെഡിക്കൽ ആരോഗ്യരംഗത്തൊക്കെ ഉണ്ട്.
ഇതുകൂടാതെ ഇവർ മാത്രമല്ല അസംഘടിത തൊഴിലാളികൾ. പിന്നെ ആരൊക്കെയാ? കർഷകർ, നിർമ്മാണ തൊഴിലാളികൾ, കരകൗശല തൊഴിലാളികൾ, പരമ്പരാഗത തൊഴിലാളികൾ. പരമ്പരാഗതം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചെരുപ്പ് കുത്തി, പാത്രമുണ്ടാക്കുന്നവർ, കരുവാൻ പണി ചെയ്യുന്നവർ, മറ്റു പണിക്കാർ, അതൊക്കെ പരമ്പരാഗത തൊഴിലുകൾ. മൈക്കാട്ട് പണിക്കാർ, സിമൻറ്റ് പണിക്കാർ, തേപ്പുകാർ, കരിങ്കല്ല് പണിക്കാർ എന്ന് തുടങ്ങി ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ആരാണ്? അസംഘടിത തൊഴിലാളികളാണ്. അസംഘടിത തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവർക്കും ഇപ്പോൾ ചുമട്ട് തൊഴിലാളികളുണ്ട്, അവർക്കും യൂണിയന്മാർ CITU, AITUC, BMS എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അവർ അസംഘടിത തൊഴിലാളികളാണ്, എന്നാൽ ഒന്നുകൂടി സംഘടിതരാണ്. അതുപോലെ എല്ലാ മേഖലകളിലും അസംഘടിത മേഖലയിലെ തൊഴിലാളിക്കൊക്കെ സംഘടനകളുണ്ടാവും. സ്വതന്ത്ര സംഘടനകളുണ്ടാവാം. വിവിധ പാർട്ടികളെ, ഇടതുപക്ഷ പാർട്ടിയോ വലതുപക്ഷ പാർട്ടിയോ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ട്രേഡ് യൂണിയനുകൾ പാർട്ടികളായി. ഇപ്പോൾ BJPക്കാരാണെങ്കിൽ അവർ BMSൽ ചേരും, കോൺഗ്രസ്സുകാരാണെങ്കിൽ INTUCയിൽ ചേരും, CPIക്കാരാണെങ്കിൽ AITUCയിൽ ചേരും, പക്ക കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ എല്ലാവരും പക്ക കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, അത് ഓരോരുത്തരൊക്കെ ഓരോ വ്യവസായത്തിൽ അവരുടെ ഇഷ്ടം കൊണ്ട് ഓരോരുത്തർ ചേർന്നവരുണ്ട്. മാർക്സിസ്റ്റുകാരാണെങ്കിൽ പൊതുവെ CITUയിൽ ചേരും. ഇതാണ് അതിൻ്റെ ഒരു രീതി അല്ലേ? അപ്പോൾ സംഘടിത തൊഴിലാളികൾക്കുള്ള ഒരു പ്രത്യേകത എന്താ? സംഘടിത തൊഴിലാളികൾക്ക് സേവന വേതന കരാറുകൾ കാലാകാലങ്ങളായി ഉണ്ട്. 5 വർഷത്തിലൊരിക്കൽ തത്വത്തിൽ ശമ്പള പരിഷ്കരണം. പിന്നെ DA, കേന്ദ്ര സർക്കാരാണ് DA, അതിനാണ് ആനുപാതികമായി വിവിധ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് DA, ക്ഷാമബത്ത, ഇതിൻ്റെ സംവിധാനമുണ്ട്. ഇതുകൂടാതെ നമ്മൾ അസംഘടിത തൊഴിലാളി പറഞ്ഞ് ഒരു പരമ്പരാഗത തൊഴിലാളിയുടെ വലിയ വിഭാഗം തൊഴിലാളികൾ വേറെ പുറത്തൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഹോസ്പിറ്റലിൽ. ആരൊക്കെയാ? നഴ്സുമാർ, തൂപ്പുകാർ, നഴ്സിൻ്റെ തൊട്ട് താഴെ വരുന്നവർ, ഹെൽപ്പേഴ്സ്, അവർ. പിന്നെ എവിടെയാ? ടെക്സ്റ്റൈൽ മേഖലകളിലെ പണിക്കാർ. പിന്നെയോ സെയിൽസ്മാൻമാർ, സെയിൽസ് ഗേൾസ്, ഇവരൊക്കെ അസംഘടിത തൊഴിലാളികളാണ് വലിയ രീതിയിലുള്ളവർ അല്ലേ? പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ആൾക്കാർ, പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ആൾക്കാർ, ഡ്രൈവേഴ്സ്, വല്ലവരുടെ വീട്ടിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, ടാക്സി ഡ്രൈവർമാർ മാത്രമല്ല. അങ്ങനെ കോടിക്കണക്കിന് വരുന്ന ആളുകൾ അസംഘടിത തൊഴിലാളികളാണ്. അവരേക്കാൾ വളരെ കുറവാണ് സംഘടിത തൊഴിലാളികൾ അല്ലേ? അപ്പോൾ സംഘടിത തൊഴിലാളികൾ സർക്കാരിൻ്റെ തൊഴിലാളികളായതുകൊണ്ട് തന്നെ അവരുടെ ആർഗ്യുമെൻറ്റുകൾ വളരെ പെട്ടെന്ന് സാധിക്കുന്ന അവസ്ഥ വരും. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഭരണകൂട സംവിധാനം നിശ്ചലമാകും. അപ്പോൾ അവർക്കൊന്നും കൂടി അവരുടെ ബാർഗനിങ് പവർ കൂടുതലാണ്. ആരുടെ? സംഘടിത തൊഴിലാളികളുടെ. എന്നാലോ അസംഘടിത തൊഴിലാളികളുടെ ബാർഗനിങ് പവർ കുറവാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന മറ്റു മേഖലകളിലെ ഹോസ്പിറ്റലുകൾ, ടെക്സ്റ്റൈലുകൾ, മാളുകൾ, അങ്ങനെയുള്ള വിവിധ മേഖലകളിലെ തൊഴിലാളികളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. മറ്റൊന്ന്, ഇവർക്കൊക്കെ ഈ പറയുമ്പോൾ ട്രേഡ് യൂണിയൻ നടത്താൻ പാടില്ല, അങ്ങനെ വല്ലൊരു ശ്രമം നടത്തി അവരെന്നെ പിരിച്ചുവിടും, അതിന് കൂട്ടുന്നവരും പിരിച്ചുവിടും. ഇങ്ങനെയുള്ള പല മർദ്ദക സംവിധാനങ്ങളും ആ മാനേജ്മെൻറ്റുകൾ കൈക്കൊള്ളുമായിരുന്നു. കഴിഞ്ഞ കാലത്ത് LDF സർക്കാരിൻ്റെ കാലത്താണ് കേരള ഷോപ്പ് ആൻഡ് തുടങ്ങിയ പല ഇതുമുണ്ട്, അതിനൊരു നിയമം വന്നു, സർക്കാർ നിയമമാണ്. ഓരോ മേഖലയിലും തൊഴിലാളികൾക്ക് അടിസ്ഥാന ശമ്പളം എത്ര കൊടുക്കണം, ഓരോ മേഖലയിലും തൊഴിലാളികൾക്ക് ആ തൊഴിൽ മേഖലയിൽ എന്തെല്ലാം ഭൗതിക സാഹചര്യം ആ മാനേജ്മെൻറ്റ് ഒരുക്കി കൊടുക്കണം. സ്ത്രീ തൊഴിലാളികൾക്കാണെങ്കിൽ അവർക്ക് ശുചിമുറികളും, അവർക്ക് ചില കടകളിലൊക്കെ, ടെക്സ്റ്റൈൽ തുണിക്കടകളിലൊക്കെ സ്ത്രീ തൊഴിലാളികളാണ് കൂടുതലും, അവർ കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി.
പുരുഷൻ്റെ അത്ര ശമ്പളം കൊടുക്കണ്ട, അതവരെ നിർത്തുന്നത്. പിന്നെയോ സ്ത്രീയെ വേറെ 1-2 ഘടകങ്ങളുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പൊതുവെ സ്ത്രീകൾക്ക് കുറഞ്ഞ ശമ്പളം കൊടുക്കുക. പുരുഷൻ യൂറോപ്പ് കേന്ദ്രീകൃതമായി പുരുഷനാണ് ഇന്ത്യൻ സെറ്റപ്പിൽ പുരുഷനെ കുറച്ചുകൂടി പ്രാമുഖ്യം കൊടുത്തിരിക്കുക, സ്ത്രീക്ക് പ്രാമുഖ്യം കുറച്ച് കുറവും. അപ്പോൾ പുരുഷൻ്റെയൊക്കെ കൂടുതൽ പണി സ്ത്രീ എടുക്കണ്ടാവും, എന്നാലും കൂലി ഒരു സ്വല്പം കുറവ്. സർക്കാർ നിരക്കിലല്ല കേട്ടോ പറയണം. അങ്ങനെ ആ രീതിയിൽ വൻ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന തൊഴിലാളികളുടെ അവസ്ഥ സർക്കാർ വലിയ മുഖവിലക്കെടുക്കുകയും അതിന് നിയമം കൊണ്ടുവരികയും ചെയ്തു. ആ നിയമം വന്നിട്ട് ഇപ്പോൾ എൻ്റെ കണക്കൂട്ടലനുസരിച്ച് 5 കൊല്ലോ 6 കൊല്ലം ആയിട്ടുള്ളൂ. ഇപ്പോൾ വന്നതിന് ശേഷം നിക്കരാശിയില്ലാണ്ടായി ഇത്തരം മുതലാളിമാർ. കാരണം ഇത് വിവിധ മന്ത്രാലയങ്ങൾ ഇത് നോക്കിയിട്ട് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കണം, തൊഴിൽ വകുപ്പ് പരിശോധന നടത്തണം. തൊഴിൽ വകുപ്പ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ ആൾക്കാരെ PSC വയ്ക്ക് നിയമിച്ചിട്ടുള്ളത് അവിടെ കഥ പറഞ്ഞിരിക്കാനല്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്നേ. അവരുടെ പണി എന്താ? തൊഴിൽ സ്ഥാപനങ്ങളിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ പ്രാഥമികമായിട്ട് തൊഴിലാളികൾക്ക് സൗകര്യങ്ങളുണ്ടോ, തൊഴിലാളികൾക്ക് ന്യായമായ കൂലി ഉറപ്പ് വരുന്നുണ്ടോ, മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളുണ്ടോ, ബാത്റൂമുണ്ടോ, വിശ്രമമുറിയുണ്ടോ, ഇരിക്കാൻ കസേരയുണ്ടോ, പീഡനം നടക്കുന്നുണ്ടോ, ചൂഷണം നടക്കുന്നുണ്ടോ, ഇത് നോക്കലാ തൊഴിൽ വകുപ്പിൻ്റെ പരിപാടി. എക്സൈസ് വകുപ്പിൻ്റെ പരിപാടി എന്താ? ആൾക്കാർ ചാരായം മാറ്റുന്നുണ്ടോ, കള്ള് ഷാപ്പിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ, ബാറിൽ ബ്രാൻഡിയിൽ വെള്ളം ചേർക്കുന്നുണ്ടോ, ഡിസ്റ്റിലറിയിലേക്ക് വരുന്ന സ്പിരിറ്റിൽ വെള്ളം ചേർക്കുന്നുണ്ടോ, ആളുകൾ കള്ളവാറ്റ് നടത്തുന്നുണ്ടോ, ആളുകൾ ബാറിൽ നിന്ന് ഇവിടുന്ന് സാധനം മേടിച്ചിട്ട് അധിക വിലക്ക് കൊടുത്തിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, വ്യാജമദ്യം ഉണ്ടാക്കുന്നുണ്ടോ, ഇത് നോക്കാനാണ് അവരെന്നെ അവിടെ എടുത്തിട്ടൊരു ജീപ്പും കൊടുത്ത് പറഞ്ഞു വെച്ചിരിക്കണ്, വെറുതെ പൂരം കാണാനല്ല. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും പണിയുണ്ട്. ആ പണി അവർ നടത്തുമ്പോൾ അത് എൻ്റെ കിറ്റക്സിന് നേരെയുള്ള കടന്നുകയറ്റമാണ്, അല്ലെങ്കിൽ മുത്തൂറ്റിന് നേരെയുള്ള കടന്നുകയറ്റം വേണമെന്ന് പറയുന്നത് തൊഴിലാളി വിരുദ്ധമാണ്. അത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ സമത്വം, പൗരൻ്റെ സമത്വത്തിന് എതിരെയുള്ള, സമത്വം ഭരണഘടനയിലെ മൗലികാവകാശ, അതിനെതിരെയുള്ള ഭരണഘടനാ ലംഘനമാണ്. അത്തരത്തിലുള്ള ഭരണഘടനാ ലംഘനത്തിനെ കുളിപ്പിച്ച് പൊട്ടുതൊടിയിച്ച് അത് ഭരണകൂടം മുതലാളി വർഗത്തിനെതിരാണ് എന്ന് വരുത്തി തീർത്ത് കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഹിഡൻ അജണ്ടയാണ് എന്ന് പറയാതെ വയ്യ. യാഥാർത്ഥ്യവും അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചർച്ചയിൽ ഒരു വർഗം കണ്ട് പൂർത്തിയാവുകയാണ്. ഇനി എന്താ, കോർപ്പറേറ്റ് സർവാധിപത്യത്തിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. ഈ മാസം 19-ാം തീയതി പാർലമെൻറ്റിൻ്റെ സമ്മേളനം ചേരുകയാണ്. ഒരുപാട് ബില്ലുകളുണ്ട് പാസ്സാക്കാൻ. അതിനകത്തുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം വൈദ്യുതി നിയമം വൈദ്യുതി ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് ആക്ട് ഭേദഗതി ചെയ്യുകയാണ്. ആ ഭേദഗതിയുടെ ഭാഗമായിട്ട് അതിനെതിരെ ഇലക്ട്രിസിറ്റി മേഖലയിലെ തൊഴിലാളികളൊക്കെ വലിയ സമരത്തിലാണ്. ഇലക്ട്രിസിറ്റി മേഖലയിലെ ഇന്ത്യയിലെ തൊഴിലാളികളുടെ കൂട്ടായ്മയുടെ കോൺഫെഡറേഷനുകളുണ്ട്. അതിനകത്ത് ഓഫീസർമാരും സാധാരണ തൊഴിലാളികൾ എല്ലാവരും കൂടിയിട്ടുള്ളതാണ്. കോടിക്കണക്കിന് ആളുകൾ വരും. അതിൽ വലിയ രീതിയിലുള്ള സമര പ്രക്ഷോഭങ്ങളാണ്. ഒറ്റയടിക്കൊന്നും അങ്ങനെ കേരളത്തിലൊന്നും വന്നിട്ട് അങ്ങനെ വിഴുങ്ങിപ്പോവാനൊന്നും നടക്കാൻ പോണ കാര്യമില്ല. കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികൾ ഒന്നുകൂടി സംഘടിതരും സുശക്തരുമാണ്. ഞാൻ പറയണത് ചില KCBയുടെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് സ്വകാര്യവൽക്കരണമൊക്കെ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, നിയോ ലിബറലിസം തുടങ്ങിയിട്ട് കാലം കുറേ 91-ൽ തുടങ്ങിയതാണ്. ഇങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക? അപ്പോൾ എല്ലാവരും പറയുന്നത്, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു FB ക്ലാസ് മുമ്പ് ചെയ്താണെങ്കിൽ ഞാൻ പറയാം. BSNLൻ്റെ മാത്രം കാര്യം ഞാൻ പറയാം. BSNL പണ്ട് കാലത്ത് നമുക്ക് എന്ത് കിട്ടാൻ, കണക്ഷൻ കിട്ടാനും മറ്റു കിട്ടാനും ക്യൂ ഒക്കെ നിന്നിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. പക്ഷേ BSNLനെ ടെലികോം മന്ത്രാലയം ടെലികോം മേഖലയെ നിയോ ലിബറൽ പോളിസിയുടെ ഭാഗമായി സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണ നടപടികൾ നടപ്പാക്കിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. നിരവധി സ്വകാര്യ മൂലധന ശക്തികൾ കടന്നു വന്നു.
നമ്മൾ വിചാരിച്ചു അന്ന് പറഞ്ഞിരുന്നത് എന്താ, കമ്പനികൾ തമ്മിൽ മത്സരം കൂടുമ്പോൾ ആളുകൾക്ക് ചീപ്പായിട്ട് എം ബിയും കിംബിയും സംസാര സമയമൊക്കെ കിട്ടും. കുറച്ച് പേരൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഈ ട്രായ് എന്ന് പറയുന്ന ടെലികോം അതോറിറ്റി രൂപീകരിച്ചു. അവിടെ എന്താ, എല്ലാ കമ്പനികൾക്കും ചില ഒരാൾ വലിയവൻ ചെറിയവന് ഭീഷണിയാവാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ജനാധിപത്യപരമായ രീതിയിൽ അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ള സംഘടനയാണ് ട്രായ്. നമ്മളിവിടെ താരിഫ് റെഗുലേറ്ററി കമ്മീഷൻ പോലെ തന്നെ. എന്താ ഉണ്ടായത്, BSNL മാത്രം മറ്റുള്ള ആളുകൾക്കൊക്കെ സ്പെക്ട്രം അനുവദിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിരുന്ന ഇന്ത്യ ഒട്ടാകെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും ടവറുള്ള BSNL എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലാളികളും ലക്ഷക്കണക്കിന് അസംഘടിതരും പരോക്ഷമായും പ്രത്യക്ഷത്തിലും പണിയെടുത്തിരുന്ന ആ മഹാസ്ഥാപനത്തിന് മാത്രം സ്പെക്ട്രമില്ല. ഇതെല്ലാം ഇന്ത്യൻ ജനത കണ്ടതല്ലേ. മറ്റുള്ളവർക്കൊക്കെ അത് വാരിക്കോരി 4G വരെ മറ്റൊരു സമരം ചെയ്യുക പൊതുമേഖലാ കമ്പനി. ആരുടെ താല്പര്യമാണ് ഇതിന് പിന്നിൽ? എന്തുകൊണ്ട് BSNL കാലാകാലങ്ങളായി അവഗണിക്കപ്പെട്ടുകൊണ്ട് അതിൽ നിന്നും അസംതൃപ്തരായി കസ്റ്റമർമാർ മറ്റുള്ളവരിലേക്ക് മാറേണ്ടത് ഒരു ഹിഡൻ അജണ്ടയായിരുന്നു മുതലാളിത്തത്തിൻ്റെ. അത് തന്നെയല്ലേ നടന്നത്. ജിയോ കടന്നു വന്നല്ലോ, വലിയ ആകർഷകമായ രീതിയിലാണ് വന്നത്. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഉണ്ടാകുന്നത്? കുത്തകവൽക്കരണം എന്ന് പറഞ്ഞാൽ ഈ മുതലാളിത്തത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കോർപ്പറേറ്റ് മുതലാളിത്തം ആദ്യം പ്രൊഡക്റ്റിന് വില കുറയ്ക്കും. ജിയോ വില കുറച്ചപ്പോൾ മറ്റുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലല്ലോ. എത്ര കമ്പനികൾ പൂട്ടിപ്പോയി. അപ്പോൾ ട്രായ് ഉണ്ടായിരുന്നില്ലേ? ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ താരിഫ് റെഗുലേറ്ററി സംഗതിയായിരുന്ന ട്രായ് എന്തുകൊണ്ട് ജിയോട് പറയുന്നില്ല, നിങ്ങളങ്ങനെ കുറച്ച് കൊടുക്കാൻ പാടില്ല, മറ്റുള്ള കമ്പനികൾ ആപ്പീസ് പൂട്ടിപ്പോകും, അത് ജനാധിപത്യ വിരുദ്ധമല്ലേ? ആരും ശബ്ദിക്കാനുണ്ടായില്ല. ഇന്ത്യൻ ഇടതുപക്ഷമല്ലാതെ നഗ്നമായ പക്ഷപാതിത്വം കൊണ്ടല്ലേ പിന്നീട് അവരെന്തുണ്ടാക്കിയത്? അവർ പടർന്നു ഇന്ത്യ മുഴുവൻ. അവരോട് മത്സരിക്കാൻ നിൽക്കാൻ പറ്റാതെ ചെറുകുത്തകൾ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. അല്ലെങ്കിൽ അവർ പലരും ചേർന്ന് കൂട്ടിയിടുന്നു. ഇപ്പോഴും പിടിച്ചേക്കുക കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് മറ്റുള്ള ആളുകൾക്ക്. സ്വകാര്യ മൂലധനത്തെ പ്രോത്സാഹിക്കുമ്പോൾ ചിറ്റമനയം കാണിക്കാൻ പാടില്ലല്ലോ. എന്താ കാര്യം? BSNL മാത്രമല്ല തകർച്ചയിൽ പെട്ടത്, മറ്റുള്ള ഒരുപാട് കമ്പനികൾ. മത്സരം ഉറപ്പ് വന്നിരുമ്പോഴാണ് പ്രോഡക്റ്റിന് വില കുറയുക എന്നാണ് മുതലാളിത്തത്തിൻ്റെ അപ്പോസ്തലന്മാരുടെ വാദവും. നമുക്കും അറിയാതെ മത്സരം ഉറപ്പാക്കാൻ ജിയോട് റിലയൻസിനോട് കോമ്പറ്റ് ചെയ്യാൻ മറ്റു കമ്പനികൾ വേണ്ടേ? മറ്റ് കമ്പനികൾ കളം വിട്ടാൽ അല്ലെങ്കിൽ ഉള്ള കമ്പനീനെ കുറേയൊക്കെ ജിയോ ഏറ്റെടുക്കുന്നു. പിന്നെ ആരവിടെ കോമ്പറ്റ് ചെയ്യാനുള്ളത്? അപ്പോൾ ജിയോ തന്നെ അവിടുത്തെ കോർപ്പറേറ്റ് കുത്തകയായി അയാൾ മാറുന്നു. നമുക്ക് വേറെ നിവൃത്തിയില്ല, മൂപ്പര സാധനം തന്നെ മേടിക്കുക, മറ്റുള്ളവരാരുമില്ല. എന്നാൽ പൊതുമേഖല സ്ഥാപനം BSNL അത് സമയത്തിന് റീചാർജ് ചെയ്യാനും പറ്റില്ല, അത് 4G ഇല്ല, തേങ്ങയില്ല, മാങ്ങയില്ല. പക്ഷപാതിത്വമാണ് ഇതിനെ പറയുന്ന പേരാണ് മുതലാളിത്ത പക്ഷപാതിത്വം. നിയോ ലിബറൽ കോർപ്പറേറ്റ് അജണ്ട എന്ന് പറയുന്നത് തൊഴിലാളി വിരുദ്ധമാണ്. ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് തൊഴിലാളികളാണ്, മുതലാളിമാരല്ല. മുതലാളിമാർ ചെറുന്യൂനപക്ഷമാണ്. ഒരു രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്നത് വികസ്വര രാജ്യമാണ്. വികസ്വര രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത് തൊഴിലാളികളാണ്. മധ്യവർഗം തൊട്ട് തൊഴിലാളി വർഗം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് നിങ്ങളുടെ വിചാരം? പാടത്ത് പണിയെടുക്കുന്നവർ, പറമ്പ് കിളയ്ക്കുന്നവർ, കൺസ്ട്രക്ഷൻ മേഖലയുള്ളവർ മാത്രമല്ല, ചില്ലറ വിൽപ്പന മേഖലകളുണ്ട്. വാൾമാർട്ടോ, റിലയൻസ് ഫ്രഷോ തുടങ്ങിയ വലിയ മാളുകളുടെ കാര്യമല്ല പറയുന്നത്. പലചരക്ക് പിടിയാണ്. നമ്മളെ നാട്ടിൻപുറത്ത് ഒരു പലചരക്ക് പിടി ഉണ്ടെങ്കിൽ അതിൽ 5-6 പേർക്ക് പണിയുണ്ടാവും ഇല്ലേ? പഴഞ്ഞിലുണ്ടൊരു സ്ഥാപനം NKS എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് എനിക്ക് തോന്നുന്നു 10 പേരുണ്ടെന്നാണ് തോന്നുന്നത്.
10 പേർ തൊഴിലാളികളാണ്. അങ്ങനെ എത്ര സ്ഥാപനങ്ങളുണ്ടാവും? ബേക്കറികൾ, അതിനകത്ത് എത്ര പേരാ? തുണിക്കടകൾ എത്ര പേരാ? കോടിക്കണക്കിന് വരുന്നവർ. 130 കോടിയല്ല, 140 കോടിയോളം വരുന്ന അനൗദ്യോഗികമായി ഇപ്പോഴുള്ള ജനസംഖ്യയിൽ 80% പേർ ഇത്തരത്തിൽ തൊഴിലാളികളാണ്. 80% പേരല്ല, 60% പേർ കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. 130 കോടി, 140 കോടി, 140 നിന്ന് 60 പോയി എത്രയാ ബാക്കി? 6 6 12 ആവണുള്ളൂ. ബാക്കി 80 ഉണ്ട്. 60% പേർ, 140-ൽ 60% പറഞ്ഞാൽ 60 കോടി പേർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്നു. ബാക്കി 80%-ത്തിൽ 80%-ലോ 40% പേർ, 40 അല്ലെങ്കിൽ 50% പേർ ഈ പറയുന്ന തൊഴിലാളികളാ. എന്ത് തൊഴിലാളികൾ? കൺസ്ട്രക്ഷൻ മേഖല, ടെക്സ്റ്റൈൽസ് മേഖല, ഹോസ്പിറ്റലുകളിലെ നഴ്സുമാർ, പരമ്പരാഗത തൊഴിലാളികൾ, ഇവരൊക്കെ കൂടി എത്ര വരും? 50% വരും. 8 5 13, അല്ല 6, 5 6 110. ബാക്കി എത്രയുള്ളത്? ഔദ്യോഗികം 20, 20 30%. അതിൽ ഒരു ചെറു ന്യൂനപക്ഷം 5% പേർ വരുന്ന 5% വരുന്ന എന്നാ ഇല്ല 5% ഉണ്ടാവില്ല. 5% 5 കോടി പേരായില്ലേ? 5 കോടിയൊന്നുമില്ല കേരളത്തിലെ എത്ര വലിയ ശതകോടീശ്വരന്മാർ. ചെറുപക്ഷം 1000 അല്ലെങ്കിൽ ഒരു 5000 പേരുണ്ടാവുമെന്ന് വെച്ചോ. ആര്? ഹോപ്സ് മാസികയിൽ ഇടപിടിക്കുന്ന ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ ചെറു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ ഇടത്തരം തൊട്ട് മധ്യവർഗം വരെ. ആ മേഖല ഏതൊക്കെയാ? സിനിമാ മേഖല, സിനിമാ വ്യവസായം, മറ്റുള്ള രീതിയിലുള്ള സംഗീതം, അതുപോലെ നൃത്തം, അതൊക്കെയായി ബന്ധപ്പെട്ട് ഉള്ള മേഖലയിലെ ഒരു വിഭാഗം ആൾക്കാർ, കായിക മേഖല, ഇതൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു. 20% പേർ മറ്റേ പ്രവാസികളും ഇതൊക്കെയായി വന്നിട്ട് വലിയ 30% പേർ അങ്ങനെ വരും. ബാക്കി വെറും 5% പോലും ഇല്ലാത്തവരാണ് ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്, ഇന്ത്യയെ കൺട്രോൾ ചെയ്യുന്നത്. അദാനി, റിലയൻസ്, ടാറ്റയ്ക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്. ടാറ്റ ഇന്ത്യൻ കുത്തകയാണ് കുറച്ച് മാനം മര്യാദക്കുള്ള ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അങ്ങനെ വരുന്ന തൊഴിലാളി, ആ തൊഴിലാളിക്ക് വേണ്ടുന്ന രീതിയിൽ ശമ്പളം കൂട്ടിക്കൊടുക്കാണ്ട് കുത്തക മുതലാളിയുടെ കോടികൾ, ട്രില്യൺ മില്യൺ കോടികൾ കൂട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അച്ചാരം കൊടുത്തിട്ടുണ്ടോ വലതുപക്ഷ ഭരണകൂടങ്ങൾക്ക്? അങ്ങനെ വല്ല കരാറുണ്ടോ? അലിഖിത കരാറുണ്ടോ? ഉണ്ടോ? സർവവും വിറ്റു തുലക്കുക എന്ന് കരാറുണ്ടോ? ഇന്ത്യയിലെ വൈദ്യുതി മേഖല എന്ന് പറയുന്നത് പണം കണക്കൂട്ടിയെത്തില്ല. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, അത് അത്ര ഡീറ്റെയിൽ ആയി പറയാൻ പറ്റിയില്ല. കേരളത്തിൽ KSEB ബോർഡ് ലിമിറ്റഡിൻ്റെ ആസ്തി എത്രയെന്നറിയോ നിങ്ങൾക്ക്? 3 4 ലക്ഷം കോടി രൂപ വരും. ആസ്തി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ഥലങ്ങൾ, ഇതിൻ്റെ ഡാമുകൾ, ഇതിൻ്റെ സബ്സ്റ്റേഷനുകൾ, ഇത് റോഡ് മുഴുവൻ കിടക്കുന്ന പറമ്പും പാടത്തും റോഡിലൊക്കെ കിടക്കുന്ന അലൂമിനിയവും ചെമ്പും ട്രാൻസ്ഫോമറുകളും പോസ്റ്റുകളും സ്വന്തമായ കെട്ടിടങ്ങളും ഒക്കെ കൂടിയാണ് കണക്കൂട്ടിക്കോളെ. ഈ സാധനത്തിൻ്റെ മുകളിൽ കൂടെ അദാനിക്കും റിലയൻസിനും മറ്റവർക്കൊക്കെ കൂടിയിട്ട് നിങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചോളെ. തുച്ഛമായ പൈസ എന്നാൽ മതി. അപ്പോൾ സബ്സിഡിയോ? സബ്സിഡി എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തരാം. ഗ്യാസിൻ്റെ സബ്സിഡി കൊടുത്ത അനുഭവം എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്താ സബ്സിഡി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോ? കമേഴ്ഷ്യൽ മേഖലയിലുള്ള ആൾക്കാർക്ക് സബ്സിഡി ഉണ്ട്. മില്ല് നടത്തുന്നവർക്ക്, അതുപോലെ വർക്ക്ഷോപ്പ് നടത്തുന്നവർക്ക് എല്ലാവർക്കും സബ്സിഡി ഉണ്ട്. സബ്സിഡി ഇല്ലാത്ത ഒരേ ഒരു വിഭാഗം മാത്രമാണ് ജ്വല്ലറി, അങ്ങനെ വൻകിട മാളുകൾ, അവരൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും സബ്സിഡി ഉണ്ട്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഉണ്ട്. 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവന് സബ്സിഡി പൈസ കൊടുക്കണ്ട. കൃഷിക്കുള്ള വൈദ്യുതി 40 പൈസയാണ് യൂണിറ്റിന്. അത് സൗജന്യമാണ്, കൃഷി വകുപ്പ് കൊടുക്കും. അപ്പോൾ ഈ സ്വകാര്യവൽക്കരണം വരുമ്പോൾ എന്തുണ്ടാവും? സബ്സിഡി മുതലാളിക്ക് പറഞ്ഞ പരിപാടിയല്ല. സബ്സിഡി എന്ത് ചെയ്തോ? ഗവൺമെൻറ് ഏറ്റെടുത്തോളെ.
ഗവൺമെൻറ്റിനെ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകും. ജനങ്ങൾ സമരത്തിലേക്ക് പോകും. അപ്പോൾ ഗവൺമെൻറ് ആരുടെ കയ്യിലത്തെ പൈസ എടുത്തിട്ടാ കൊടുക്കുക? ഖജനാവിൽ നിന്നും സ്വകാര്യ കുത്തക മുതലാളിക്കാ കൊടുക്കുക ഗവൺമെൻറ്. ഖജനാവിൽ കിടക്കുന്ന പണം ആരുടെയാ? വിവിധ നികുതികളായി നമ്മുടെ പണം, ജനങ്ങളുടെ പണം ഖജനാവിലെത്തുന്നു. നികുതി ഇനത്തിൽ വരുന്ന പണം പൊതുമേഖലാ കമ്പനികൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയി ഗവൺമെൻറ്റിന് ലാഭമുണ്ടാക്കിക്കൊണ്ട്, ലാഭം മാത്രമല്ല കമ്പനിക്ക് ലാഭം വേണമെന്നൊന്നുമില്ല. എന്തിനാ പൊതുമേഖല കമ്പനിക്ക് ലാഭം? ജനങ്ങൾക്ക് കൂടുതൽ സേവനം കൊടുക്കുക, സബ്സിഡി കൊടുക്കുകയല്ലേ. BPLന്, അംഗവൈകല്യമുള്ളവർക്ക്, മാരകമായ ക്യാൻസർ തുടങ്ങിയ അസുഖമുള്ളവർക്ക്, സംസാരിക്കാൻ കഴിയാത്തവർക്ക് അതിലടക്ക് അങ്ങനെ മനുഷ്യത്വപരമായ രീതിയിലുള്ള സേവന തൽപരതയിലുള്ള സോഷ്യലിസ്റ്റ് ബദലായിട്ടുള്ള രീതിയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ സകലതിനെയും തകർക്കുക എന്നിട്ട് ആർക്ക്? ഈ പറയുന്ന ഏതാനും മൾട്ടിനാഷണൽ കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഭരണകൂടങ്ങൾ ഭരിക്കാൻ മാത്രം. ഇതെല്ലാം അവർ നടത്തിക്കോളും. അടുത്ത 5 വർഷം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവരെ അധികാരത്തിലെത്തിക്കണം എന്നുള്ള ഒറ്റ അലിഖിത നിയമം മാത്രമേ ഉള്ളൂ. അതവർ ഭംഗിയായി നടത്തും. എങ്ങനെയൊക്കെ നടത്തും? ഞാൻ പറഞ്ഞല്ലോ, കോർപ്പറേറ്റ് കുത്തക എന്ന് പറഞ്ഞാൽ മാധ്യമ സ്ഥാപനങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. ഇന്ത്യയിലെ 90% പേരും പത്രമാധ്യമങ്ങളുടെ, സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ സ്വന്തമാണ് അല്ലേ? ഞാൻ ഇന്നാൾ പറഞ്ഞു, അത് മറ്റേ ഇദ്ദേഹമല്ലേ, ഏറ്റവും വലിയ കുത്തകയുണ്ട്, പ്രസാധക രംഗത്ത് കുത്തകകളുണ്ട്, ടെലിവിഷൻ രംഗത്ത് കുത്തകയുണ്ട്. റൂപ്പർ മർഡോക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കുത്തകയാണ്. ഏതിലെ? ടെലിവിഷൻ രംഗത്തെ റൂപ്പർ മർഡോക്ക്. ഏഷ്യാനെറ്റ് റൂപ്പർ മർഡോക്കിൻ്റെ ഇതിലാണ് തോന്നുന്നു. റൂപ്പർ മർഡോക്ക് എന്ന് പറയുന്ന ബഹിരാഷ്ട്ര കുത്തകയുടെ താല്പര്യം എന്താവും? പാവപ്പെട്ടവനെ കൂടുതൽ അവൻ്റെ താല്പര്യത്തെ വളർത്തുന്നതല്ല, സമ്പന്നരുടെ, ശതകോടീശ്വരന്മാരുടെ താല്പര്യം വളർത്തുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുത്താൽ മതി എന്ന് പറയും. രാജ്യത്ത് വലിയ വലിയ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ അവരെന്ത് ചെയ്യും? രാജ്യത്ത് വരുന്ന ആൾക്കാരെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കും. ഡൽഹിയിലെ കർഷക സമരം നടക്കുമ്പോൾ എന്ന കാലത്ത് നമ്മൾക്ക് അത് അനുഭവപ്പെട്ടില്ലേ? എന്തു വലിയ ലോകം കാണാത്ത, അതിനല്ലേ കാനഡ, അങ്ങനെ വിവിധ രാജ്യങ്ങൾ, ന്യൂസിലാൻഡൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ലേ, ഞങ്ങളുടെ രാജ്യത്തെ പരമാവധി രാജ്യത്തെ കാര്യത്തിലൊന്നും ഇടപെടാൻ വരണ്ട, അതൊക്കെ ഞങ്ങൾക്കറിയാം. എന്ത്? ലോകം, ഇന്ത്യ ഇന്ന് വരെ കാണാത്ത ഐതിഹാസികമായ രീതിയിൽ മാസങ്ങളോളം നടന്ന സമരമാണ്. ആർഗ്യുമെൻ്റ് എന്താ? അതിലൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ്, വൈദ്യുത നിയമം നടപ്പാക്കരുത്. കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന വലിയ വിഭാഗം ആളുകളുണ്ട്. കേരളത്തിലെ പ്രവാസ മേഖലയായി ഉണ്ടായ കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് ആൾക്കാർക്ക് പണിയെടുക്കാനും പറമ്പിലേക്ക് ഇറങ്ങാനും കക്കോട്ടെടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഇവിടെ ഒരു കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഗൾഫിലുണ്ട്. വിദേശ നാണ്യം ഉണ്ടായതുകൊണ്ടാണ് ഈ നാട്ടിലെ ഈ രീതിയിലുള്ള ഒരു തൊഴിൽ സംസ്കാരം വന്നത്. മണ്ണിൽ പണിയെടുക്കാൻ അലർജി വന്നതും, ഏക്കർ കണക്കിന് ഭൂമി മേടിച്ചിട്ട് മുതലാളിമാർ പ്രവാസികൾ കാശുണ്ടാക്കിയിട്ട് അതിവിടെ തുരിശായി കിടക്കുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥിതിയല്ല മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. പഞ്ചാബ്, തമിഴ്നാട്, അങ്ങനെ ഹിമാചൽ പ്രദേശ്, അവിടെയൊക്കെ കൃഷിയാണ്. എന്താ പറയുക, വേർത്തൊഴി. പഞ്ചാബ് കർഷകരൊക്കെ ഉണ്ടല്ലേ, അവർ വലിയ മുതലാളിമാരാന്ന് പറഞ്ഞിരുന്നു. ഇവർ വെറുതെ അല്ല, പണിയെടുത്തിട്ടാ, മണ്ണിൽ പണിയെടുക്കുക പോത്ത് പോലെ. ഫുൾ സെറ്റപ്പാണ്, കാശുണ്ടാക്കുന്നേ, ഗൾഫിലൊന്നും പോണ്ട. അവിടെ മാസങ്ങളോളം നടക്കുന്ന സമരത്തെ ഇന്ത്യൻ മാധ്യമങ്ങൾ എന്ത് രീതിയിൽ റിപ്പോർട്ട് ചെയ്തത്? ഇടതുപക്ഷ മേഖലയിലെ കുറച്ച് പത്രങ്ങളല്ലാതെ ആരെങ്കിലും അത് വലിയ സംഭവമാക്കി എടുത്തോ? ആ കർഷകർ മറ്റേ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ റോട്ടിൽ അള്ളുണ്ടാക്കുകയും കിടങ്ങുണ്ടാക്കുകയും കൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിനെതിരെ പ്രതിരോധം തീർത്തത്. ഇതൊക്കെ നഗ്നമായ സത്യങ്ങളല്ലേ? ആർക്ക് വേണ്ടിയിട്ടാ? കോർപ്പറേറ്റ് കുത്തകൾക്ക് വേണ്ടിയിട്ട്. എന്താ സമരമുണ്ടാവാൻ കാരണം? കാർഷിക മേഖലയിലെ നിയമപരിഷ്കരണങ്ങൾ കോർപ്പറേറ്റ് കുത്തക കമ്പനികൾക്ക് ഗുണമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ടാണ് ആ ബില്ലിനെതിരെ ഇന്ത്യയിലെമ്പാടുമുള്ള കർഷകർ സമരത്തിന് വന്നത്. ഓരോ മേഖലയിലും വരുമ്പോൾ അവരൊക്കെ സമരത്തിന് ഇറങ്ങും ഇല്ലേ? അവരുടെ എന്താ, ഒരു ആളുകൾ സമരത്തിന് വരും. അവരെ മാത്രമല്ല, അവരുടെ കുടുംബത്തിൻ്റെ, ആ കുടുംബത്തിന് മാത്രമല്ല, അടുത്ത തലമുറയുടെയൊക്കെ സ്വപ്നമാണ് ഹനിക്കപ്പെടുന്നത്.
മാർക്സിൻ്റെ പ്രധാനമായ ഒരു വാചകമുണ്ട്, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നഷ്ടപ്പെടുവാൻ വെറും വിലങ്ങുകൾ മാത്രം, കിട്ടാനുള്ളതോ പുതിയൊരു ലോകവും. അപ്പോൾ ആ പുതിയൊരു ലോകത്തിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് രാജ്യത്തിലെ വികസനമോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ തൊഴിലാളികളോ പ്രശ്നമോ ഒന്നും തമസ്കരിക്കപ്പെട്ട് വേറെന്തൊക്കെയാ ഇത്തരം വാർത്തകൾ ബോധപൂർവ്വം തമസ്കരിക്കാൻ വേറെ കാര്യങ്ങൾ ഉണ്ടാക്കുക. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭരണകൂട സമീപനം അല്ലേ? കോർപ്പറേറ്റ് സർവാധിപത്യം ഉണ്ടായാൽ ഭരണകൂടങ്ങൾക്ക് എന്താ നേട്ടം? ഭരണകൂടങ്ങളും കോർപ്പറേറ്റ് കുത്തകകളും എന്ന് പറഞ്ഞാൽ വലിയ കോടീശ്വരന്മാരും കൂടിയിട്ട് ഇതൊക്കെ കൊടുത്താൽ അവർ തമ്മിൽ അവിശുദ്ധ ബാന്ധവമുണ്ടാകും. അവിശുദ്ധവാദമുണ്ടായാൽ എന്തു ചെയ്യും? ആ കോർപ്പറേറ്റ് കുത്തകൾക്ക് വേണ്ടുന്ന നിയമപരിഷ്കരണങ്ങൾ ഭരണകൂടങ്ങൾ നടപ്പാക്കി കൊടുക്കും. അത് ഇതിനോടൊപ്പം കൂട്ടി വായിക്കാം. അപ്പോൾ കാർഷിക മേഖലയിലെ കർഷകരുടെ നട്ടലൊടിക്കുന്ന രീതിയിൽ നിയമപരിഷ്കരണം വരുന്നത് ആരെ സഹായിക്കാനാ? കോർപ്പറേറ്റ് കുത്തകളെ സഹായിക്കാൻ. പവർ സെക്ടർ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കേരളത്തിലെ ഇപ്പോൾ ഏക വൈദ്യുതി കുത്തക എന്ന് പറയുന്നത് KCB ആണ്. വേറൊരു കുത്തക എന്ന് പറയുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ. അവർ KCB നിന്ന് വൈദ്യുതി എടുത്ത് അവർ വിതരണം ചെയ്യുക. അവിടേക്ക് വേറെ കമ്പനികൾ കൊണ്ട് കടന്നു വരുമ്പോൾ എന്ന് പറയുമ്പോൾ മുതലാളിത്തത്തിൻ്റെ ആ കടന്നുവരനെ സ്വാഗതം ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? മൊബൈൽ മേഖലയിൽ ഉണ്ടായ പോലെ നമുക്ക് കുറഞ്ഞ കാശ് അങ്ങോട്ട് ഉണ്ടാക്കാം. മൊബൈൽ മേഖലയിൽ എന്താണ്ടായി? കുറഞ്ഞ രീതിയിൽ കൊടുക്കാൻ കഴിയാവുന്ന BSNL-നെ കെട്ടിടും ചെയ്തു. മറ്റുള്ളവരൊക്കെ പൂട്ടിപ്പോയി ജിയോ പറയണ പൈസ നമ്മൾ കൊടുക്കേണ്ടിയും വന്നു. അപ്പോൾ ഇവിടെ ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തി ബാധ്യതകളുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അസറ്റ് എന്ന് പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ KCB-യുടെ അസറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാ? കേരളത്തിലെ ജനങ്ങളുടെ വിയർപ്പ് ചിന്തിയ പണമാണ്, നികുതിപ്പണം. അതങ്ങനെ വെറുതെ അതിൽ കൂടെ കടത്തി വിട്ടോ? നിസാര പൈസ മതി. നമ്മൾ കല്യാണത്തിന് കസേരമേശയും ടാർപ്പായും കരാറ് എടുക്കുമ്പോൾ കൊടുക്കണ തുച്ഛമായ പൈസ മതി. ബാക്കി ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ പലിശ ഇതൊക്കെ ഉപയോഗിക്കണതിൻ്റെ വരുന്ന ലീസ് ആര് തരും? അതിനും കണക്കില്ല, അതിന് തുച്ഛമായ പൈസ. സ്വകാര്യ മൂലധനത്തെ പ്രോത്സാഹിപ്പിക്കണം, എന്നാലേ ജനം രാജ്യ പുരോഗതിയിലേക്ക് പോകുള്ളൂ എന്ന് പറയുന്നത്. ശുദ്ധ സംബന്ധമല്ലേ? നമ്മൾ കണ്ടതല്ലേ പല മേഖലകളിലും അല്ലേ? റെയിൽവേ, ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ലോകത്തിലെ ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു. ഏറ്റവും കൂടുതൽ PSCക്ക് മത്സര പരീക്ഷയ്ക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഇത് പോയി തോന്നുന്നുണ്ട്. എത്ര കാലമായി നിയമന നിരോധനമാണ്. കരാർവൽക്കരണവും സ്വകാര്യവൽക്കരണവുമാണ്. എന്താ റെയിൽവേ ചെയ്ത തെറ്റ്? ഈ ലല്ലു പ്രസാദ് യാദവ് മറ്റേ കാലിത്തീറ്റ കുംഭകോണം എന്നൊക്കെ പറഞ്ഞാലും കൂടിയിട്ട് അയാൾ ഭരിച്ചിരുന്ന കാലത്ത് പോലും ഇത് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് റെയിൽവേ. അപ്പോൾ ഈ റെയിൽവേ ആരുടെയാ? രാജ്യത്തെ ഇന്ത്യയിലെ 130 കോടി വരുന്ന ജനങ്ങളുടെ വിയർപ്പാണ് നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയതാണ്. സംസ്ഥാനത്തിൻ്റെ ബജറ്റ് എങ്ങനെയാ? കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിലേക്ക് പണം വരുന്നത് എങ്ങനെയാ? ആകാശത്ത് നിന്ന് പൊട്ടിമുളയ്ക്കുന്നതല്ല. ഇന്ത്യക്കാരായ പൗരന്മാരുടെ ആരുടെ പല രീതിയിലുണ്ടാവും. കച്ചവടക്കാരനാണെങ്കിൽ ആ രീതിയിൽ നികുതി കൊടുക്കണം. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഞാൻ KCB-യിലെ കമ്പനി ഉദ്യോഗസ്ഥനാണ്. ഞാൻ ഒരു വർഷം 1,00,000 ചില്ലാനം രൂപ കേന്ദ്ര സർക്കാരിന് നികുതി കൊടുക്കുന്നവനാണ് MP പ്രസാദ്. ഈ പറയുന്ന ഞാൻ. അതുപോലെ എത്ര പേര് നികുതി കൊടുക്കുന്നുണ്ടാവും? 1,00,000 രൂപ, 1,10,000 രൂപ നികുതി കൊടുക്കണം ഞാൻ ഈ വർഷം. ഒരു വർഷം എന്നുവെച്ചാൽ ഒരു മാസം 10,000 രൂപ കേന്ദ്ര സർക്കാരിന് ഇൻകം ടാക്സ് കൊടുക്കുന്നു ഞാൻ. എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ല. പലചരക്ക് പീടിക നടത്തുന്നവൻ കൊടുക്കണം, ടാക്സ് കൊടുക്കണം. റോട്ടിലൂടെ വാഹനങ്ങൾ ഓടുക്കുന്നവൻ കൊടുക്കുന്നുണ്ട്. ഈ ടാക്സാണ് ഖജനാവുകളിൽ പോയിട്ട് നിറയണത്. ആകാശത്ത് നിന്നിങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേന്ദ്ര ഖജനാവിലും സംസ്ഥാന ഖജനാവിലും കാശ് വന്ന് നിറയണതല്ല, മാസ്മരികതയല്ല. ആരുടെ പൈസയാ? വിദേശത്തുള്ള ആൾക്കാർ വന്നിട്ട് ഇങ്ങോട്ട് നികുതി കൊടുന്നു തരില്ല. അവർ വല്ല വ്യവസായം നടത്തേണ്ടതെങ്കിൽ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നികുതി മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. ബാക്കിയൊക്കെ ആരുടെ പണം? നമ്മുടെ പണം
നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ തലമുറകളുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാതെ നമുക്കിടയിലുള്ള ചെറു കോടീശ്വരന്മാരെ ശതകോടീശ്വരന്മാരും സഹസ്രകോടീശ്വരന്മാരാക്കി ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ വേണ്ടി മാറി യാത്നിക്കുന്ന വലതുപക്ഷ ഭരണകൂടങ്ങളുടെ അജണ്ട എന്താണ് എന്ന് തിരിച്ചറിയണ്ടേ സമൂഹം? തിരിച്ചറിഞ്ഞേ പറ്റൂ. ആടിനെ പട്ടിയാക്കുകയും പിന്നീട് പേപ്പട്ടിയാക്കുന്ന പത്രപ്രവർത്തന ശൈലിയും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് തൊഴിലാളി വർഗം തൊഴിലാളി വർഗത്തിൻ്റെ വളരെ സുപ്രധാനമായ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. ഇവിടെ ഇപ്പം എന്താ നടപ്പാക്കുന്നത്? പലയിടത്തും സംഘടിത തൊഴിലാളി അസംഘടിത തൊഴിലാളിയുടെ മുമ്പിൽ ഭൂപ്രഭു വിഭാഗത്തിൽ പെരുമാറുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി രംഗത്തെ അപജയമാണ് അത്. എന്താ സംഭവിക്കുന്നത്? തൊഴിലാളിയുടെ സ്വത്ത് ബോധവും വർഗബോധത്തെ കൂടി മാർക്സിയൻ ക്ലാസിക്കൽ തത്വദർശനത്തിൻ്റെ ഭാഗമായി തൊഴിലാളി സംഘടിത തൊഴിലാളിയും അസംഘടിത തൊഴിലാളിയുമുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത് സംഘടിത തൊഴിലാളിക്ക് ബാർഗീനിങ് ശക്തി കൂടുതലാണ്. അവർ പഠിപ്പിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ടെക്നിക്കൽ ഇതിൻ്റെയോ അറിവിൻ്റെയോ ഭാഗമായി സ്ഥിര ജോലി കിട്ടുമ്പോൾ മറ്റുള്ളവർ അവരുടെ ജീവിത സാഹചര്യത്തിൻ്റെ ഭാഗമായി മറ്റുള്ള ഇതര തൊഴിലിൽ ഏർപ്പെടുന്ന ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വർഗപരമായി സംഘടിത തൊഴിലാളിയും അസംഘടിത തൊഴിലാളിയും ഒരേ പ്ലാറ്റ്ഫോമിലാണ്. എന്നാൽ വിവിധ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താ? ഈ കേരളത്തിൽ തന്നെ കോൺട്രാക്ട് തൊഴിലാളികളോട് ചിറ്റമന നയമല്ലേ സംഘടിത തൊഴിലാളി വിഭാഗത്തിലുള്ള ചില ആളുകൾ ഓഫീസർമാർ സ്വീകരിക്കാറുള്ളത്? ഏതൊക്കെ മേഖലകളിലുണ്ട്? ഞാൻ എണ്ണി പറഞ്ഞു തരാം. ഈ വിദ്യാഭ്യാസ മേഖല ഉണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ കോൺട്രാക്ട് ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, തൊഴിലാളികളുണ്ട്. ഡെയിലി ബേസിന് ജോലി എടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അടുത്ത് എൻ്റെ ഒരു ബഹുമാനപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചു തന്നു. ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ടീച്ചേഴ്സ് ഉണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ അവർ PSC ആയിട്ടില്ല. അവർ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെന്ന് പറയുന്നത് ഈ വിവിധ മേഖലകളിലെ പരിമിത ഭിന്നശേഷി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളെ പഠിപ്പിക്കുന്നവരാണ്. അതിൻ്റെ BRC URC എന്നൊക്കെ പറയുന്ന ഘടകങ്ങളുണ്ട്. അർബൻ റിസോഴ്സ് സെൻ്ററാണ് URC. അത് കേരള സംസ്ഥാനത്തിനകത്തുണ്ട്, ഒട്ടുമുള്ള എല്ലാ സംസ്ഥാനത്തിനകത്തുണ്ട്. ഇത് കേരള സംസ്ഥാനത്തിലെ ഈ വിഭാഗം ആളുകൾ കോൺട്രാക്റ്റ് തൊഴിലാളികളാണ്. ഞാൻ ഒരു വിഭാഗത്തിൻ്റെ മാത്രം കാര്യമായിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ എണ്ണി ഒരുപാട് പറയാനുണ്ട്. അവരിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ സർക്കാർ അധ്യാപകർ ഡെപ്യൂട്ടേഷനിൽ വരുന്നതാണ്. കേരളം അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ 10,000-കണക്കിന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുണ്ട്. ജില്ല തിരിച്ച് 14 ജില്ലകളിൽ നോക്കിയാൽ 10,000-കണക്കോളം വരുന്ന ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ ചിറ്റമന നയമാണ് സംഘടിത തൊഴിലാളി വർഗത്തിൽ നിന്ന് നേരിടുന്നത്. അവർക്ക് സമയത്തിന് ശമ്പളം കൊടുക്കുമോ? കൊടുക്കുന്നില്ല. സർക്കാർ ജീവനക്കാർക്ക് 1-ാം തീയതി 2-ാം തീയതി ശമ്പളം കിട്ടുമ്പോൾ 1-ാം തീയതി വൈകുന്നേരം കിട്ടുമ്പോൾ കരാർ ജീവനക്കാരനെ 15-ാം തീയതിക്ക് ശേഷം 20-ാം തീയതിക്ക് ശേഷമൊക്കെ എഴുതുക. അത് ജനാധിപത്യത്തിൻ്റെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. ചെയ്യാൻ പാടില്ല. ബില്ലെഴുതാൻ നിയോഗിക്കപ്പെട്ട അതോറിറ്റി ഡെപ്യൂട്ടേഷനിൽ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥൻ 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി തൊഴിലാളികൾക്ക് ശമ്പളം ഉറപ്പാക്കിയതിന് ശേഷം കുടുംബത്തിൽ പോകാൻ പാടുള്ളൂ. അത് തൊഴിലാളി വർഗ താല്പര്യത്തിന് വിരുദ്ധമാണ്. കോൺട്രാക്റ്റായിട്ടുള്ളത് PSC ആക്കി എടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ഗവൺമെൻറ്റിനോട് കൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഗവൺമെൻറ് പരിശോധിക്കട്ടെ. കോൺട്രാക്റ്റായി വരുന്ന ആൾക്കാരോട് ചിറ്റമന നയം കഴിക്കുക. പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആളുകളോട് അവരോട് മിണ്ടാൻ പറ്റില്ല. അവർ മിണ്ടായി കഴിഞ്ഞാൽ പറയും ഞാൻ PSC വഴിക്ക് വന്നതാണ്, എൻ്റെ അടുത്ത് വിളച്ചിലെടുക്കണ്ടെന്ന് പറയും. ഇവരോ 2-ാം കിട പൗരന്മാർ, ഞങ്ങളുടെ ജോലി നഷ്ടമാവുമോ എന്ന് കരുതി എല്ലാം സഹിച്ച് ബുദ്ധിമുട്ടി. അത് ഈ കേരളത്തിൽ പോലും വളരെയധികം സുശക്തമായി നിൽക്കുകയാണെങ്കിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം പറയാനുണ്ടോ? സംഘടിത തൊഴിലാളി എന്ന് പറയുന്നവർ അസംഘടിത തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ പതാകവാഹകരായി മുന്നിൽ നിൽക്കേണ്ടവരാ. വാട്ടർ അതോറിറ്റിയിലുണ്ട് അസംഘടിത തൊഴിലാളികൾ.
നമ്മൾ കണ്ടിട്ടില്ലേ, ടെലികോം റിപ്പോർട്ടിലുണ്ട്. ഇവിടെ കുഴി ഒഴിക്കാനൊക്കെ അവരോട് രണ്ടാം കിട പൗരന്മാരായി സംഘടിത തൊഴിലാളി യജമാൻ സ്വഭാവം കാണിക്കുന്നു. അത് മുതലാളിത്ത സംവിധാനത്തിൻ്റെ ഒരു സ്വാധീനമാണ്. അത് പാടില്ല. തൊഴിലാളി, സംഘടിത തൊഴിലാളി അസംഘടിത തൊഴിലാളിയുടെ താല്പര്യങ്ങൾക്ക് ഒരു പണത്തൂക്കം കൂടുതൽ കൊടുക്കണം. KSEB-യിലുണ്ട് അസംഘടിത തൊഴിലാളികൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസംഘടിത തൊഴിലാളികളുള്ള ഒരു മേഖല KSEB-യാണ്. അസംഘടിത തൊഴിലാളികളില്ലെങ്കിൽ KSEB ഇല്ല എന്ന് തന്നെ പറയാം. ഈ KSEB-യിലെ കരാർ തൊഴിലാളികൾ വലിയ വിഭാഗത്തിലുണ്ട്. അവർ സംഘടിത തൊഴിലാളികൾ കൂടുതൽ പണിയെടുക്കുന്ന എത്രയോ കരാർ തൊഴിലാളികളുണ്ട്. ഈ സ്ഥാപനം പടുത്തുയർത്തിയതിൽ, ഈ സ്ഥാപനത്തെ സുഗമമായി നടത്തിക്കുന്നതിൽ ഏറ്റവും മനുഷ്യത പങ്കുവഹിക്കുന്നവരാണ് കരാർ തൊഴിലാളികൾ. അവരോട് ചിറ്റമനയത്തിൽ പെരുമാറുന്ന മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓഫീസർമാരുണ്ട്. അവർക്ക് സമയത്ത് ബില്ല് എഴുതി കൊടുക്കാത്തവരുണ്ട്. ഇതിനെല്ലാം പ്രതിഷേധിക്കണം. ഓരോരുത്തർ പ്രതിഷേധിക്കണം. ഓരോ തൊഴിൽ മേഖലയിലും ഓരോ ഗ്ലാഡിയേറ്റർമാരുണ്ടാകണം. അവർ അവിടുത്തെ തൊഴിൽ പ്രശ്നങ്ങളെക്കുറിച്ച്, ഞങ്ങൾ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ച് അതത് ഡിപ്പാർട്ട്മെൻറ്റിലെ മന്ത്രിമാരെ, MLA-മാരെ, അതുപോലെ പ്രധാനപ്പെട്ട കളക്ടർമാരെ, തഹസിൽദാർമാരെ എല്ലാവരെയും വിളിച്ച് വിവരം പറയണം. എവിടെ ചൂഷണം നടക്കുന്നുവോ അവിടെ അതിനെതിരെ പടപൊരുതണം. വാട്ടർ അതോറിറ്റിയിലുണ്ട്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇല്ലാത്തത്? അസംഘടിത തൊഴിലാളികൾ എണ്ണത്തിൽ കൂടുതലാ. മനസ്സിലായോ വല്ലതും? അങ്ങനെ അസംഘടിത തൊഴിലാളികൾ എണ്ണത്തിൽ കൂടുതലായിട്ടുള്ള ഒരു ചെറുന്യൂനപക്ഷം വരുന്ന സംഘടിത തൊഴിലാളികളെ കാണുന്നത് എങ്ങനെയാണ്? മുതലാളിമാരായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ അസംഘടിത തൊഴിലാളികൾക്ക് പുച്ഛം. ആരുണ്ടാക്കി തീർത്തത്? സംഘടിത തൊഴിലാളി വിഭാഗ. എല്ലാവരും ഒന്നും അല്ല പറയുന്നത്. CITU എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനം അസംഘടിത തൊഴിലാളി വർഗത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാ. എന്നും സംഘടിത തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്നും പിരിക്കുന്ന വലിയ വിഭാഗം ഫണ്ടുകൾ അസംഘടിത മേഖലയിലെ കേരള സംസ്ഥാനത്ത് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനത്ത് പോലും ഉപയോഗിക്കുന്നവരാണ്. ഞങ്ങളുടെ KSEB-യിലെ വർക്കേഴ്സ് അസോസിയേഷൻ അങ്ങനെയാണ് ചെയ്യാറ്. ഏറ്റവും കൂടുതൽ പിരിവുള്ള സംഘടനയാണെന്ന് പറഞ്ഞ് വലിയ ചില ആൾക്കാരൊക്കെ വിമർശിക്കാറുണ്ട്, വലതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ. എന്തുകൊണ്ടാണ്? KSEB വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന KSEB വ്യവസായത്തിലെ ട്രേഡ് യൂണിയൻ കൂടുതൽ പൈസ പിരിക്കുന്നത് ഇതര അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. മുത്തൂറ്റിൽ മാസങ്ങളോളം സമരം നടന്നപ്പോൾ അവിടെ ഇടപെട്ടു. ഇതുപോലെ എല്ലാവരും ഇടപെടുന്നുണ്ടാവും എല്ലാ മേഖലകളിലും. അതാ പറയണത്, തൊഴിലാളിക്ക് ഒറ്റ വർഗബോധമേ ഉള്ളൂ. അവിടെ എന്താ ഉണ്ടാവുന്നത്? ഒരു ചെറു ന്യൂനപക്ഷം മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ചില ഓഫീസർമാർ, മുതലാളിത്തത്തിന് വിടുപണി ചെയ്യുന്നവർ, എല്ലാവരുമല്ല, അസംഘടിത തൊഴിലാളികളെ രണ്ടാം കിട പൗരന്മാരായി കാണുകയും അവർക്ക് കൊടുക്കേണ്ട ന്യായമായ ശമ്പളം വൈകിപ്പിക്കുക, അവരെ ഹരാസ് ചെയ്യുക തുടങ്ങിയ മനുഷ്യാവകാശ ലംഘനം നടക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള തൊഴിലാളികൾ അവർ തന്നെ ഗ്ലാഡിയേറ്ററായി രംഗത്ത് വരണം. പുറമേ നിന്നും ഒരു രക്ഷകനെ കാത്തു നിൽക്കരുത്. ഒരുപാട് വേട്ടയാടപ്പെടും. നിങ്ങൾ സപ്രിയമായ സത്യങ്ങൾ പറയുമ്പോൾ നിങ്ങളെ ഇല്ലാതാക്കാൻ, ഉന്മൂലനം ചെയ്യാൻ, ചവിട്ടിത്താഴ്ത്താൻ ആളുകൾ വരും. അതിനെ എല്ലാം പ്രതിരോധിക്കണം. അങ്ങനെ പ്രതിരോധിച്ച് നിന്നാലേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. മുതലാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ മുതലാളിത്തത്തിൻ്റെ ശത്രുക്കളാകുന്നത്? കാരണം മുതലാളികൾ എന്ന് പറയുന്നത് ഉൽപ്പാദന ഉപാധികൾ, ഉൽപ്പാദന മൂലധനം കൈവശമായുള്ളവർ മുതലാളിമാർ. അവർക്ക് വേണ്ടി അധ്വാനമാകുന്ന ചരക്ക് കൊണ്ട്, അധ്വാനം മാത്രമേ ഉള്ളൂ തൊഴിലാളികളുടെ കയ്യിൽ, ചരക്ക്, ശാരീരക്ഷമതമായിട്ടുള്ള ആ ചരക്ക്, അന്ത്യോളം പണിയെടുത്ത ചരക്ക് വിറ്റ് ഉപജീവനമാർഗം കഴിക്കുന്നവരാണ് തൊഴിലാളി വർഗം. ആ തൊഴിലാളി വർഗത്തിൻ്റെ ശമ്പളം കൂട്ടുന്നതിനും തൊഴിലാളിക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ എക്കാലവും കിട്ടാൻ വേണ്ടി എന്നും സമരം ചെയ്യുന്നവരാരാ? ഇടതുപക്ഷക്കാർ. ആ ഒറ്റ കാരണത്തിലാണ് ലോകത്തിലെ സാമ്രാജ്യത്വത്തിനും മുതലാളിത്തത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ, ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളെ കണ്ണിൽ കണ്ടാൽ കൂടാത്തവരായി മാറിയത്. പക്ഷേ ഇന്ത്യൻ ഇടതുപക്ഷവും ഇന്ത്യൻ തൊഴിലാളി വർഗവും തളരുകയില്ല. ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ലോകത്തും ട്രേഡ് യൂണിയൻ മേഖല
എന്താ പറയുക, ഹരിതാഭമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. അങ്ങനെ ഹരിതാവാക്കണമെങ്കിൽ എന്തു വേണം? കേരളത്തിലെ സംഘടിത തൊഴിലാളി അസംഘടിത തൊഴിലാളികളുടെ പതാകവാഹകരാകണം. എൻ്റെ സീറ്റ് ഉറപ്പല്ലേ? എൻ്റെ ഇൻക്രിമെൻറ്റും എൻ്റെ PF-ഉം എൻ്റെ മാസത്തിൽ 1-ാം തീയതി ATM-ൽ വരുമ്പോൾ കുത്തിയെടുത്താൽ മാത്രം പോരാ. എൻ്റെ കൂടെയുള്ള വർഗ്ഗബോധമുള്ള, എൻ്റെ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന അസംഘടിത തൊഴിലാളിക്ക് സമയത്ത് അവൻ്റെ ബില്ലെഴുതി കിട്ടിയോ എന്ന് ചോദിക്കണം മാനേജ്മെൻറ്റിനോട്. അതില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ് ഇത്തരം വിവാദങ്ങൾ. കിറ്റക്സിനെ പോലുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റുള്ള മുത്തൂറ്റുകാർ പ്രശ്നമുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ വലതുപക്ഷ മുഖ്യധാര മാധ്യമങ്ങൾ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ബദൽ ഭരണകൂടങ്ങൾക്കെതിരെ ആക്രമണമുണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിശബ്ദമായി കൂടെ ചേർന്നുകൊണ്ട് സംഘടിത തൊഴിലാളി വർഗത്തിനെതിരെ അസംഘടിത തൊഴിലാളികൾ രംഗത്ത് വരുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘടിത തൊഴിലാളികളെ വേറിട്ട് കാണാതെ, അവരുടെ താല്പര്യങ്ങൾ ഹനിക്കുന്നവരെ, അവരെ സമയത്ത് സഹായിക്കാതെ, അവരെ എവിടെയെങ്കിലും അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, അവരുടെ താല്പര്യങ്ങൾ ബലികഴിക്കപ്പെടുന്നുണ്ടോ, അവിടെ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ടോ എന്ന് നോക്കി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഹയർ അതോറിറ്റിക്ക് മുമ്പിൽ അതിനെതിരെ വേണ്ടി പോരാടിക്കൊണ്ട് അത് സമയബന്ധിതമായി നടപ്പാക്കി കൊടുത്താലേ അസംഘടിത തൊഴിലാളിക്ക് സംഘടിത തൊഴിലാളികളോട് സാഹോദര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് എല്ലാ തൊഴിലാളികളും ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ FB നിരീക്ഷണം, തൊഴിലാളി വർഗം, കോർപ്പറേറ്റ് സർവാധിപത്യം, ഭരണകൂടം, സമീപനങ്ങൾ എന്നുള്ള ഇതിനെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം നമുക്ക് വേറെ ഒരു FB ലൈവായി കാണാം. നന്ദി, നമസ്കാരം. ശ്രമിച്ചവർക്കെല്ലാം നന്ദി.